പിതാവ് തിരുവല്ല രൂപതയിൽ നിന്നാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ രൂപതയിലും ഓരോരുത്തരും വിചാരിക്കുകയാണ് ഞങ്ങളുടെ പിതാവ് എന്നുള്ളത്. ദാറ്റ് മീൻസ് പ്രത്യേകിച്ച് ഈ രണ്ട് കാര്യങ്ങൾ വഴിയായിട്ടാണ്. ഈ സുവിശേഷ സംഘം അതുപോലെ കാറ്റഗിസവും ഇറ്റ് ഈസ് കോമൺ ഫോർ എവരി വൺ. സോ ആ ഒരു രീതിയിൽ എല്ലാവരുമായിട്ട് എല്ലാവരെയും ഒന്നുപോലെ കാണാനും എല്ലാവരോടും ഒന്നുപോലെ സ്നേഹിക്കാനുമുള്ള നല്ല മനസ്സുള്ള പിതാവാണ്. സോ വി ആർ സോ ഗ്ലാഡ്, സോ പ്രിവിലേജ്ഡ്, സോ ബ്ലസ്ഡ് to have your excellency as our apostolic visitator to our communities in Australia. So on behalf of Father Philip Matthew, and all the Syro Malankara Catholics in Australia, I wholeheartedly welcome our bishop to our community. Thank you. Thank you so much. So I also welcome Father Philip Matthew and all the community members from Canberra, Sydney, Melbourne, Adelaide, Perth, and Brisbane. Everyone, most welcome to this welcoming meeting with our bishop. Silva. അതുപോലെ നമ്മുടെ പിതാവിൻ്റെ ഫീസ്റ്റും നമുക്ക് ഈ സിലാസിൻ്റെ ആണ്, നമ്മുടെ പൗലോസിന്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, പല ആർട്ടിക്കിളും. പൗലോസുമായിട്ടുള്ള വളരെ ബന്ധമുള്ള ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധനെയാണ് പിതാവ് തൻ്റെ സെയിൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. താങ്ക് യു പിതാവേ. വെൽക്കം. Thank you so much, Premacha. You really help us to know more about Silvanos Vidava. So thank you so much. It was a good summary. Thank you. അടുത്തതായിട്ട് നമ്മളുടെ രണ്ട് ആശംസ പ്രസംഗങ്ങളാണ്. അടുത്തതായിട്ട് അഭിമന്യ പിതാവിന് ആശംസകൾ നേരുന്നതിനായി ബ്രിസ്ബെയിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശ്രീ ജോബ് മാത്യുവിനെ ക്ഷണിക്കുകയാണ്. ജോബ് മീറ്റിംഗിലുണ്ടെങ്കിൽ ക്യാമറയിൽ വന്നാൽ നന്നായിരുന്നു. അഭിനന്ദ ഡോക്ടർ ആന്റണി സിൽവാനോസ് പിതാവേ, ബഹുമാനപ്പെട്ട പ്രേമച്ച, ഫിലിപ്പച്ച, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എന്നിൽ പരിമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സിൽവാനോസ് പിതാവിനെ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. അങ്ങനെ കർത്താവായ ദൈവത്തിന്റെ പദ്ധതി അതായിരിക്കും നമ്മുടെ ഓസ്ട്രേലിയൻ മലങ്കര കമ്മ്യൂണിറ്റിയുടെ ഇടയനായി പ്രിയപ്പെട്ട സിൽവാനോസ് പിതാവിനെ നൽകുക എന്നുള്ളത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഞങ്ങളതിൽ ഭയങ്കരമായി സന്തോഷിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 1987 ബെനഡിക്ട് ഗ്രിഗോറിയസ് പിതാവിൽ നിന്ന് വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട പിതാവ് അനേകം ഇടവകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും തുടർന്ന് 90കളിൽ റോമിലേക്ക് ദൈവശാസ്ത്രത്തിൽ PhD ഡോക്ടറേറ്റ് നേടാനായി പോവുകയുണ്ടായി. 96-ൽ തിരിച്ചു വരികയും തുടർന്ന് സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് ഭയങ്കര വലിയ ഒരു ഭാഗമാവുകയും ചെയ്തിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പിതാവിൻ്റെ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. 2012 മുതൽ സുവിശേഷ സംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ പിതാവ് ആ കാലയളവിൽ വിവിധ പള്ളികളിൽ പോവുകയും ഭദ്രാസനങ്ങളിലും രൂപതകളിലും പോവുകയും സുവിശേഷ സംഘം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ മാവേലിക്കര ഭദ്രാസനത്തിൽ വരികയുണ്ടായി. അപ്പം എനിക്കും ആ ഒരു അച്ഛൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള, പിതാവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാനും അമ്മയും ആ സമയത്ത് അവിടെ പിതാവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് മാവേലിക്കര ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതിനുശേഷം പിതാവ് തുടർന്നും എനിക്ക് തന്നെ പിതാവിൻ്റെ കുറേ ധ്യാനങ്ങൾ കാണാനും കുറേ യൂട്യൂബ് വീഡിയോകളും ശാലോമിലും അങ്ങനെ ഒത്തിരി പ്ലാറ്റ്ഫോംസ് പിതാവ് വചനം പ്രഘോഷിക്കുകയുണ്ടായി. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിതാവിൻ്റെ വചന പ്രഘോഷണമാണ്. ദൈവവചനത്തിന്, ബൈബിളിനും വിശ്വാസത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന ഒരു കാലയളവിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്.
ആ സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയനായി വരികാനും നമ്മളിൽ കൂടുതൽ ദൈവവചനം നമുക്ക് കൂടുതൽ നമുക്കും നമ്മുടെ വരും തലമുറകൾക്കും കുട്ടികൾക്കും ദൈവവചനം അതിൻ്റെ ഇമ്പോർട്ടൻസും ബൈബിളും അതിൻ്റെ ഇമ്പോർട്ടൻസും ബൈബിൾ വാക്യങ്ങളും പഠിപ്പിച്ചു തരാനും കർത്താവ് പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിതാവിനെ ഞങ്ങളുടെ ചെറിയ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ജോബ്. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാൻ വേണ്ടിയിട്ട് മെൽബൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശ്രീ ഷിബിൻ വർഗീസിനെ ക്ഷണിക്കുകയാണ്. സിൽവാനോസ് പിതാവെ, എത്രയും ബഹുമാനപ്പെട്ട പ്രേംകുമാർ അച്ഛ, ബഹുമാനപ്പെട്ട ഫിലിപ്പച്ച, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലെ മലങ്കര കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ ഭാഗ്യം ചെയ്ത ഒരു ദിവസമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി മാർ സിൽവാനോസ് പിതാവ് നമ്മൾ ഓൺലൈനിൽ കൂടെ സ്വാഗതം അരുളുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്. പിതാവിൻ്റെ വിവിധങ്ങളായ പ്രവർത്തന മേഖലകളെക്കുറിച്ച് ഓൾറെഡി പ്രേംകുമാർ അച്ഛൻ പറഞ്ഞതാണ്. ഞാനും അതിനൊരു സാക്ഷിയാണ്. എൻ്റെ പപ്പായും സുവിശേഷ സംഘത്തിലെ അംഗമായിരുന്നു. ഞങ്ങളുടെ കുടുംബവും പിതാവിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നൊരു കുടുംബമാണ്. കടമ്പാങ്കുളത്ത് തന്നെയാണ് ഞങ്ങളും വരുന്നത്. പക്ഷെ ഞാൻ പല കാര്യങ്ങളും ഇതിനെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് 2 പ്രധാന മേഖലകളിലാണ് പിതാവിൻ്റെ. ഒന്ന്, ദൈവശാസ്ത്രപരമായിട്ടുള്ള മേഖലകളിൽ പിതാവിൻ്റെ ഉള്ള പ്രവർത്തനം, അതുപോലെ തന്നെ സഭയുടെ വിവിധ തലങ്ങളിലുള്ള ഭരണപരമായ ചുമതലകൾ. എനിക്ക് തോന്നുന്നത് ഈ 2 കാര്യങ്ങളും നമ്മുടെ ഓസ്ട്രേലിയയുടെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സഭ അതുപോലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലൊരു ന്യൂനപക്ഷമാണ്. നമ്മൾ ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലും ഒരു ന്യൂനപക്ഷമാണ്. കാരണം നമുക്കറിയാം, കൂടുതലും ദൈവത്തിൽ വിശ്വാസിക്കാത്തവരാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ നമ്മൾ ചുറ്റും കാണുന്ന മനുഷ്യർ. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം, വളരെയേറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്കൊക്കെ വരുന്ന ഒരു പ്രത്യേക സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചരിത്രപരമായിട്ടൊരു ഇത്രയും നിർണായകമായ ഒരു സമയത്ത് പിതാവിനെ പോലെ സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പിതാവ് നമ്മുടെ ഓസ്ട്രേലിയയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ട് വരുന്നത് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അഭിവന്യ സിൽവാനോസ് പിതാവെ, ഞങ്ങളുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ടുള്ള അങ്ങയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും എല്ലാവിധ ആശംസകളും അങ്ങേക്ക് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ എല്ലാ മലങ്കര കത്തോലിക്കരുടെയും പേരിൽ ആശംസിക്കുന്നു. പരിശുദ്ധ ത്രിയേക ദൈവം അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുകയും കൃപകൾ ചൊരിയുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള സഹകരണങ്ങളും പിന്തുണയും പിതാവിന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ഷിബിൻ. താങ്ക് യു. അടുത്തതായിട്ട് മറുപടി പ്രസംഗത്തിനും ഒപ്പം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പിതാവ് ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് ഫെയ്ത്ത് ലൈഫ് ഇൻ മോഡേൺ ഫാമിലീസ് എന്നുള്ളതാണ്. ആ ഒരു ടോപ്പിക്കിൻ്റെ വിഷയാവതരണത്തിനുമായും പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രേംകുമാർ അച്ഛൻ, അതുപോലെ തന്നെ ഫിലിപ്പച്ചൻ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പറഞ്ഞ ആശംസകൾക്കും നല്ല വാക്കുകൾക്കും അഭിനന്ദനങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഓസ്ട്രേലിയയുടെയും അതുപോലെ ന്യൂസിലൻഡ്, സിംഗപ്പൂര് മിഷൻ്റെയൊക്കെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ട് സഭ എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ് പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് ഓൺലൈനിൽ ഇപ്രകാരം ഒരു അനുമോദനവും ആശംസയൊക്കെ അറിയിക്കാൻ വലിയ താല്പര്യമെടുത്തതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഈ സന്ധ്യയിൽ നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും അഭിനന്ദനങ്ങൾക്കും എല്ലാം ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പച്ച, ഞാൻ എത്ര നേരം സംസാരിക്കണം, എപ്പം നിർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്യാം. അതിനുവേണ്ടിയാ. അരമണിക്കൂർ സംസാരിക്കാം. ഓക്കെ.
അരമണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സംസാരിച്ചു വരുന്ന സമയത്ത് വിഷയം ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ അരമണിക്കൂർ കൊണ്ട് അത് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വിവിധ വിഷയങ്ങളുള്ളത് കൊണ്ട്. ഓക്കെ. ഫെയ്ത്ത് ലൈഫ് ഇൻ മോഡേൺ ലൈഫ്, അല്ലെങ്കിൽ ചലഞ്ചസ് ഇൻ ഫെയ്ത്ത് ലൈഫ്. ഞാനൊരു പൊതു കാര്യം ആദ്യം സംസാരിച്ചിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർ ഇതിലേക്ക് പ്രവേശിക്കാം സമയമനുസരിച്ച്. ലോകത്തിലുള്ള ഈ സ്ക്രീനെ ഓപ്പൺ ആക്കാം. എന്നെ കാണാതെ, ഞാൻ എന്നെ ഇപ്പം വലുതായിട്ട് കാണുന്നേ. എനിക്ക് ആളുകളെ കണ്ടാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ സൗകര്യം. ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് കാണത്തക്ക പോലെ. ഓക്കെ. കഴിയുന്നല്ലേ ഒരു സ്ക്രീൻ ഓപ്പൺ ആക്കുക, അല്ലെ ഞാൻ ഇരുട്ടത്ത് നോക്കി സംസാരിക്കേണ്ടി വരും. നിങ്ങളുടെ മുഖം കണ്ട്, നിങ്ങളുടെ നല്ല മുഖമൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ. ഓക്കെ, ഗുഡ്. എനിക്ക് സംസാരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്ത് സ്ക്രീനെ നോക്കി സംസാരിക്കണം. താങ്ക് യു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഓസ്ട്രേലിയയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഈ ലോകത്തിൽ സന്തോഷത്തിൽ കഴിയണം, സമാധാനത്തിൽ കഴിയണം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. സന്തോഷത്തിലും സമാധാനത്തിലും കഴിയണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. ആരും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമെന്ന് തോന്നി. സന്തോഷവും സമാധാനവും ഇല്ലാതെ കഴിയണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തിലും സമാധാനത്തിലും കഴിയണം. സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാൻ എന്താണ് വഴി? അപ്പോൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കണം. അതിന് 3 തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാൻ വേണ്ടി 3 രീതിയിൽ ചിന്തിക്കുന്ന 3 കാറ്റഗറി ഓഫ് പീപ്പിൾ. ആ 3 കാറ്റഗറി ആളുകളെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എൻ്റെ കയ്യിൽ എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ, നിങ്ങളൊരു ഈ മൊബൈൽ, അതൊരു മൊബൈലാണ്, ദീർഘചതുരം, ഒരു ചെറിയ ബോക്സ്. നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ അല്ലത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3 ബോക്സ്, 3 പെട്ടി. ഈ ദീർഘചതുരമുള്ളൊരു ബോക്സാണ് പെട്ടി. അത് 2 വര വരച്ചാൽ 3 കോളം കിട്ടും. 3 കോളം. ഒരു ദീർഘചതുരം വരച്ചിട്ട് 2 വര വരച്ച് കഴിയുമ്പോൾ 1, 2, 3 തട്ട് കിട്ടും. ആ 3 തട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഇമേജ് വെക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. 3 തട്ട് നിങ്ങൾ പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും താഴത്തെ തട്ട്, ഏറ്റവും അടിയിലത്തെ ബോക്സ്, അതിന് നമുക്കൊരു പേരിടാം പൈശാചിക രാജ്യം, അല്ലെ തിന്മയുടെ തലം, ഈവിൾ റലം, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് സൈറ്റൻ, തിന്മയുടെ രാജ്യം, തിന്മയുടെ തലം, അല്ലെങ്കിൽ പൈശാചിക രാജ്യം. അതായത് എല്ലാ തിന്മയിലും പാപത്തിലും തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ ജീവിച്ച് സമ്പത്തുണ്ടാക്കി അങ്ങനെ സമാധാനത്തിൽ കഴിയാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു 5% ആൾ, അതിൻ്റെ അത് 5% കുറിച്ചിട്ടോ, 5% ആളുകൾ ലോകത്തിൽ, പെർസെൻറ്റേജ് ഒക്കെ കൂടിയും കുറഞ്ഞും ഇരിക്കുമെങ്കിലും കുറച്ച് ആളുകളെങ്കിലും ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെന്ന് നമുക്കറിയാം. തിന്മയിലും തട്ടിപ്പിലും വെട്ടിപ്പിലും ഉടായിപ്പിലും എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കി ജീവിക്കണം. നമുക്കറിയാം എന്തുമാത്രം ആളുകളാണ് അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക. ഒക്കെ ആർക്കും സന്തോഷവും സമാധാനം ഉണ്ടാകത്തില്ല. ഈ അടുത്തിടയ്ക്കാണ് നമുക്ക് ട്രിവാൻഡ്രത്ത് അടുത്ത ഓയൂര് ഒരു കുടുംബം വിചാരിക്കുക, സ്കൂളിൽ പോയിട്ട് വന്ന 2 പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി വിറ്റാൽ കാശ് കിട്ടും. തട്ടിക്കൊണ്ട് പോയി, സന്തോഷ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി വിറ്റ് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കരിപ്പം ജയിലില്ല നമുക്കറിയാം. ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചിട്ട് സന്തോഷത്തിനും സമാധാനം ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതുപോലെ എല്ലാ തിന്മയിലും അതെല്ലാം അവർ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ്, സന്തോഷ സമാധാനം കഴിയാൻ വേണ്ടി അവർ എടുക്കുന്ന വഴികളാണ് തിന്മയുടെ വഴികൾ. അവർക്കാർക്കും ഒരിക്കലും സന്തോഷവും സമാധാനം കിട്ടത്തില്ല. നമുക്ക് ഒരു മോഷ്ടാവ് എപ്പോഴും പോലീസിനെ ഭയന്നാവും കഴിയുക. പോലീസുണ്ട് കാണുമ്പോൾ അവന് ഞെട്ടല. അപ്പം തട്ടിപ്പിലും വെട്ടിപ്പിലും തിന്മയിലും ജീവിച്ച് സന്തോഷവും സമാധാനവും ലഭിക്കുമെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളാണ് ഏറ്റവും താഴത്തെ തട്ട്. അവരാണ്
പൈശാചിക തലം, പൈശാചിക രാജ്യം, തിന്മയുടെ തലത്തിൽ കഴിയുന്നു 5% ഓഫ് പീപ്പിൾ. ഇനി തൊട്ട് മുകളത്തെ തട്ട്, രണ്ടാമത്തെ തട്ട്, അതിന് നമുക്ക് ഇസ്രായേൽ രാജ്യം, കിങ്ഡം ഓഫ് ഇസ്രായേൽ, ഭൗതിക തലം എന്ന് വേണേൽ കുറിക്കാം. കിങ്ഡം ഓഫ് ഇസ്രായേൽ, ഭൗതിക തലം. ഒരു 80% ആളുകൾ ഈ കാറ്റഗറിയിൽ പെടുന്നവർ ഇസ്രായേൽ രാജ്യത്ത് കഴിയുന്ന. എന്താണ് ഇസ്രായേൽ രാജ്യം? അവര് പള്ളി പോകുന്നവരാണ്, കുടിശ്ശിക കൊടുക്കുന്നവരാണ്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും അധികം പോകത്തില്ല. പിന്നെ ചെറിയ ഉടായ്പൊക്കെ കാണിക്കും. പോലീസ് പിടിക്കുന്നതൊന്നും നേരിട്ട് ചെയ്യത്തില്ല, ചെയ്താൽ തന്നെ പിടിക്കാതൊക്കെ സൂക്ഷിക്കും. അപ്പം ഒരു സോ കോൾഡ് ഫെയ്ത്ത്ഫുള്ളിന്റെ കാറ്റഗറിയാണ് ഇസ്രായേൽ രാജ്യം. ഒരു മര്യാദയ്ക്ക് ജീവിക്കുകയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും കുടുംബത്തെ വളർത്തുകയും പള്ളി കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുകയും മര്യാദയ്ക്കൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന സോ കോൾഡ് ഫെയ്ത്ത്ഫുൾ 80% ആളുകൾ അതിൻ്റെ അകത്ത് വരും. അവരൊരിക്കലും നേരിട്ട് വലിയ തട്ടിപ്പിലും വെട്ടിപ്പിലും ഉടായ്പിനും ഒന്നും പോകത്തില്ല. അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, സമ്പത്തുണ്ടാക്കുന്നു, അതനുസരിച്ച് സന്തോഷ സമാധാനം കഴിയാൻ ശ്രമിക്കുന്നു. ഇവിടെ 80% ആളുകൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നു. അവർ വിചാരിക്കുന്നത് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ഈ സമ്പത്ത് ഇതുകൊണ്ട് സന്തോഷവും സമാധാനം ലഭിക്കുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒന്നാം സ്ഥാനം, ഇസ്രായേൽ രാജ്യത്ത് കഴിയുന്ന ആളുടെ ഒന്നാം സ്ഥാനം സമ്പത്തിനാണ്, അല്ലെങ്കിൽ അധികാരത്തിനാണ്, വ്യക്തിപരമായ പ്രശസ്തിക്കാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ ഭൗതികതയ്ക്കാണ്. അതുകൊണ്ട് ഭൗതിക തലം, ഒരു മറ്റീരിയൽ വേൾഡുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും എന്ന് കരുതി ഭൗതികതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ, അവരെയാണ് ഇസ്രായേൽ രാജ്യം. ഞാൻ അല്പം കൂടെ വിശദീകരണം കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടി. മൂന്നാമത്തെ തട്ട്, ഏറ്റവും മുകളിലത്തെ ബോക്സിലേക്ക് നമ്മൾ പോകും. മൂന്നാമത്തെ ഏറ്റവും മുകളിലത്തെ തട്ട്, അത് നമുക്ക് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, അല്ലെ ആധ്യാത്മിക തലം. ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ആധ്യാത്മിക തലം എന്ന് വേണേൽ കുറിക്കും. ഏറ്റവും താഴത്തെ തട്ടില് പൈശാചിക തിന്മയുടെ തലം, കിങ്ഡം ഓഫ് സേറ്റൻ. രണ്ടാമത്തേത് കിങ്ഡം ഓഫ് ഇസ്രായേൽ, ഭൗതിക തലം. ഏറ്റവും മുകളിൽ കിങ്ഡം ഓഫ് ഗോഡ്, ആത്മീക തലം, സ്പിരിച്വൽ തലം. എന്താണ് ദൈവരാജ്യം? ഈ ദൈവരാജ്യം എന്ന് പറയുന്നതില് ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം. അവിടെ സമ്പത്തും അധികാരവും എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ഫ്രെയിമാണ് ഈ ദൈവരാജ്യത്ത്. ഇവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, പള്ളിയിൽ പോകുന്നു, കുടിശ്ശിക കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മൂന്നാമത്തെ തലത്തിലേക്ക് ഉള്ള ആളുകൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഭൗതികതയ്ക്ക് രണ്ടാം സ്ഥാനമേ. ഇസ്രായേൽ രാജ്യത്തിൽ നേരെ തിരിച്ച, ഭൗതികതയ്ക്ക് ഒന്നാം സ്ഥാനവും ദൈവത്തിന് രണ്ടാം സ്ഥാനം. ഇപ്പൊ ഈ 3 ലെവലിലുള്ള ആളുകൾ നമ്മൾ കണ്ടു. ഈ ഇസ്രായേൽ രാജ്യത്ത് കഴിയുന്ന ആളിന് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? സമ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും, അധികാരം, പ്രശസ്തി, അതിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു നഷ്ടം പോലും ഈ വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തും. നമുക്കറിയാം, ജീവിതത്തിൽ സമ്പത്ത് കൂടിയും കുറഞ്ഞു ഇരിക്കും, അംഗീകാരവും അധികാരവും കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പൊ ചെറിയൊരു നഷ്ടം പോലും പ്രയാസമുണ്ട്. അപ്പൊ ഈ ഭൗതിക തലത്തിൽ കഴിയുന്ന ഒരാൾക്ക്, ഇസ്രായേലിൽ കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും സമാധാന സന്തോഷം കിട്ടത്തില്ല. കാരണം സമ്പത്തിന്റെ, അധികാരത്തിന്റെ, അംഗീകാരത്തിന്റെ ഒക്കെ ചെറിയ കുറവ് അദ്ദേഹത്തെ അസ്വസ്ഥനാകും. മൂന്നാമത്തെ തലം ദൈവരാജ്യം, ദൈവത്തിനാണ് അവിടെ ഒന്നാം സ്ഥാനം. ഈ ദൈവരാജ്യത്തിന്റെ തലത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ അവിടെ സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സമ്പത്തിന് ചെറിയൊരു നഷ്ടം, അധികാരത്തിന് ചെറിയൊരു നഷ്ടം, അതൊന്നും അദ്ദേഹത്തെ ഏറെ വേദനിപ്പിക്കത്തില്ല. ഞാൻ 1-2 കാര്യം ഇച്ചിരി വിശദീകരിക്കും, കുറെ കൂടെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം, ഞാനതിലേക്ക് വരും. അതിന് തൊട്ടു മുമ്പായിട്ട് ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവസാനത്തെ ഫെയർവെൽ നടത്തുന്ന രംഗമാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 6-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് 1 വേഴ്സസ് 6 onwards.
ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ്. കർത്താവെ, അങ്ങ് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ്. കർത്താവിന് വലിയ സങ്കടമായി. കാരണം 3.5 വർഷം ഈ 12 ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടത്തി കർത്താവ് പഠിപ്പിച്ച ഏത് രാജ്യമാണ്? ദൈവരാജ്യം. 3.5 വർഷം കൂടെ കൊണ്ട് നടത്തി ദൈവരാജ്യം പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും അവരുടെ മനസ്സിൽ തിളച്ചു നിൽക്കുന്ന രാജ്യം ഇസ്രായേൽ രാജ്യം. 3.5 വർഷം മാത്രമല്ല, അപ്പോസ്തല പ്രവർത്തനം 1:3 പറയുന്നുണ്ട്, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. കണ്ടോ, 3.5 വർഷവും പിന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് 40 ദിവസം വീണ്ടും ഉത്ഥാനം ചെയ്ത് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. എന്നിട്ടും അവരുടെ ഉള്ളിൽ തിളച്ചു നിൽക്കുന്ന രാജ്യം ഇസ്രായേൽ രാജ്യം. കാരണം യഹൂദന് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. 700 വർഷമായി അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനം. BC 7-ാം നൂറ്റാണ്ടിൽ അസീറിയൻ അടിമത്തം, 5-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ അടിമത്തം, 3-ാം നൂറ്റാണ്ടിൽ സിറിയൻ അടിമത്തം, 1-ാം നൂറ്റാണ്ടിൽ റോമൻ അടിമത്തം. അങ്ങനെ നിരന്തരം മറ്റ് രാജ്യങ്ങൾക്ക് കപ്പം കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനം. അപ്പൊ അവരാഗ്രഹിക്കുകയാണ് സ്വന്തം രാജ്യം പുനഃസ്ഥാപിച്ചു കിട്ടുന്ന സമയം. അപ്പൊ അവർ പൊളിറ്റിക്കൽ മിശിഹായാണ് അവരാഗ്രഹിച്ചത്, ലക്ഷ്യം വെച്ചത്. അങ്ങനെ യേശു വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കും. റോമൻ ഇപ്പോഴുള്ള അവസ്ഥ ഞങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും ഞങ്ങൾക്ക് നികുതി തരും, ഞങ്ങൾക്ക് ടാക്സ് തരും. ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ റോമിനെ പോലെ ഞങ്ങളും വലിയവരായിത്തീരും. എന്താണ് ഇസ്രായേൽ രാജ്യം ദൈവരാജ്യം തമ്മിലുള്ള വ്യത്യാസം? ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് ശക്തിയുടെ, സമ്പത്തിന്റെ, അധികാരത്തിന്റെ, പിടിച്ചടക്കലിന്റെ, സ്വന്തമാക്കലിന്റെ, അധീശത്വത്തിന്റെ ഒക്കെ പ്രതീകമാണ് ഇസ്രായേൽ രാജ്യം. അതിന് കടകവിരുദ്ധമായിട്ടാണ് കർത്താവ് ദൈവരാജ്യം പഠിപ്പിച്ചത്. ദൈവരാജ്യം എന്താണ്? ചെറുതാകലിന്റെ, എളിമയുടെ, വിട്ടുകൊടുക്കലിന്റെ, സ്വയം ദാനത്തിന്റെ, നൽകലിന്റെ, ലാളിത്യത്തിന്റെ ഒക്കെ പ്രതീകമാണ് ദൈവരാജ്യം. അപ്പോൾ ഇസ്രായേൽ രാജ്യവും ദൈവരാജ്യവും 2 ഡിഫറെന്റ് കാറ്റഗറിയാണ്. ഒരിക്കലും കൂട്ടിമുട്ടാനാവാത്ത വിധം നേർവരകളാണ്. ഇസ്രായേൽ രാജ്യവും ദൈവരാജ്യവും ഒരിക്കലും ഒന്നിച്ച് കൂട്ടിമുട്ടത്തില്ല. ഇസ്രായേൽക്കാരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന മനോഭാവം ഇസ്രായേൽ രാജ്യത്തിൻ്റെതായിരുന്നു. ശക്തിയുടെ, അധികാരത്തിന്റെ, സമ്പത്തിന്റെ, പിടിച്ചടക്കലിന്റെ, സ്വന്തമാക്കലിന്റെ, അധീശത്വത്തിന്റെ ഒക്കെ പ്രതീകമായി ഇസ്രായേൽ രാജ്യം. കർത്താവ് അവരെ പഠിപ്പിച്ച രാജ്യം ലാളിത്യത്തിന്റെ, ചെറുതാകലിന്റെ, വിട്ടുകൊടുക്കലിന്റെ, സ്വയംദാനത്തിന്റെ ഒക്കെ പ്രതീകമാണ് ദൈവരാജ്യം. എന്നിട്ട് കർത്താവ് ഒരു ശിശുവിനെ മുമ്പിൽ നിർത്തി പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ, ദൈവരാജ്യം ഇവരെ പോലെയുള്ളവരുടേതാണ്. എന്താണ് ശിശുവിനെ കാണിച്ച കർത്താവ്? നമ്മൾ കൂടുതലും ചിന്തിക്കുന്ന ശിശു നിഷ്കളങ്കമാണ്, ദൈവരാജ്യത്തിൽ നിഷ്കളങ്കരാണ് പ്രവേശിച്ചത്. തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ ഒരു അർത്ഥതലം. സത്യത്തിൽ കർത്താവ് ശിശുവിനെ എടുത്ത് കാണിച്ച് പറഞ്ഞത്, ഒരു ശിശു ഡിപ്പെൻഡന്റ് ആണ്, ഒരിക്കലും ഇൻഡിപെൻഡന്റ് അല്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു കുഞ്ഞിന് ഒരിക്കലും തന്നെ വളർന്നു വരാൻ പറ്റത്തില്ല. പരസഹായമില്ലാതെ ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ വളരത്തില്ല. ഒരു പശുക്കിടാവ് ജനിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്ക് നേരെ ചാടി എഴുന്നേറ്റ് തള്ളയുടെ മുല കുടിക്കും, അത് ഓടി നടക്കും. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ച് ഇൻഡിപെൻഡന്റ് ആകാൻ എത്ര നാളെടുക്കും? അപ്പോൾ ഡിപ്പെൻഡന്റ് ആണ്. ദൈവവുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെടാതെ ഒരാൾക്ക് വളരാൻ പറ്റാതെ. ഇതാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് അഗാധമായ ഒരു ഡിപ്പെൻഡൻസി, ഒരു ആശ്രയബോധം, അങ്ങനെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു മനോഭാവം എന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യം ഇസ്രായേൽ രാജ്യം 2 കാറ്റഗറി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇന്ന് ഞാൻ വായിച്ചു കേട്ട വേദഭാഗം ലൂക്കായുടെ സുവിശേഷം 16:13, ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ഇസ്രായേൽ രാജ്യവും ദൈവരാജ്യവും ഒരുപോലെ പോകത്തില്ല.
നിങ്ങൾക്ക് ദൈവരാജ്യവും ഇസ്രായേൽ രാജ്യവും ഒരുപോലെ രണ്ടിനെയും കൂടെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കുക. എൻ്റെ അർത്ഥം രണ്ടിനും കൂടെ ഒരുപോലെ ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ധനം രണ്ടാമതാണ്, ധനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ദൈവം രണ്ടാമതാണ്. നീ ഇസ്രായേൽ രാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ദൈവരാജ്യം രണ്ടാമതാണ്, ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ഇസ്രായേൽ രാജ്യം രണ്ടാമതാണ്. അപ്പൊ ഒന്നാം സ്ഥാനം ഒരാൾക്കേ കൊടുക്കാൻ പറ്റും. നമുക്കാർക്കും സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിന് പോലും ഫൈനാൻസ് ഓഫീസർ ഉണ്ടായിരുന്നു, യൂദാസ്. അപ്പം കർത്താവിന് ഫൈനാൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ സമ്പത്ത് ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒന്നാം സ്ഥാനം നീ എന്തിനാ കൊടുക്കുന്നത്? അവിടെയാണ് ചോദ്യം. നീ സമ്പത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നെങ്കിൽ ദൈവം രണ്ടാമതാകും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ സമ്പത്ത് രണ്ടാമതാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ രാജ്യവും ദൈവരാജ്യവും ഒന്നിച്ചു പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിലാകമാനം അൽമായ കൂട്ടായ്മയിലാണെങ്കിലും പൗരോഹിത്യത്തിലാണെങ്കിലും മെത്രാന്മാരുടെ ഇടയിലാണെങ്കിലും, ഞാൻ എന്നെ ഒഴിവാക്കി പറയില്ല, നമ്മളെല്ലാം ദൈവരാജ്യത്തെ കുറിച്ചാണ് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നതെങ്കിലും അറിഞ്ഞു അറിയാതെ നമ്മുടെ ഉള്ളിലെല്ലാം തിളച്ചു നിൽക്കുന്ന രാജ്യം ഇസ്രായേൽ രാജ്യം. നമ്മൾ പറയുന്നതും എല്ലാം ദൈവരാജ്യമാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞു അറിയാതെയോ തിളച്ചു നിൽക്കുന്ന രാജ്യം ഇസ്രായേൽ രാജ്യം. സമ്പത്തിന്റെ, അധികാരത്തിന്റെ, മഹത്വത്തിന്റെ, അതിന്റെ ചെറിയൊരു നഷ്ടം പോലും നമ്മളെല്ലാവരെയും വേദനിപ്പിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, ദൈവരാജ്യം ഇസ്രായേൽ രാജ്യം ഒന്നിച്ചു പോകത്തില്ല, ദൈവവും ധനവും ഒന്നിച്ചു പോകത്തില്ല. അപ്പൊ നീ ഒന്നാം സ്ഥാനം എന്തിനാ കൊടുക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് കൂടുതൽ അപ്പം മനസ്സിലാവും. ഇസ്രായേൽ രാജ്യത്തിലും ദൈവരാജ്യത്തിലും കഴിയുന്ന ഒരു വ്യക്തിയുടെ വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. ഇസ്രായേൽ രാജ്യത്തിൽ കഴിയുന്ന ഒരാൾ 80% ആൾ അതിനാന്ന് പറഞ്ഞു. 5% പൈശാചിക രാജ്യം, 80% ഇസ്രായേൽ രാജ്യം, ബാക്കി പിന്നെ എത്ര 15% ദൈവരാജ്യം. അതൊരു പെർസെൻറ്റേജ് ഞാനൊരു സൗകര്യത്തെ പ്രതി ഞാൻ കിട്ടിയിരിക്കുന്നുള്ളതേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി എന്ന് മാത്രം. ഇസ്രായേൽ രാജ്യത്തിൽ കഴിയുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഭൗതികതയാണ് ഒന്നാം, സമ്പത്ത്, അധികാരം, പേര്, പ്രശസ്തി, മറ്റുള്ള മുമ്പിലുള്ള മഹത്വം, അതിനൊക്കെ ഒന്നാം സ്ഥാനം. അങ്ങനെ ഒന്നാം സ്ഥാനം ഇസ്രായേൽ രാജ്യത്തിൽ കഴിയുന്ന ഒരാള്, ഇയാൾ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കണ്ട് വളരെ ഭക്തനായ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം വീടിന്റെ അതിരയിൽ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. അയൽവക്കക്കാരൻ പല പ്രാവശ്യം പറഞ്ഞു അതിന്റെ കമ്പ് അദ്ദേഹത്തിന്റെ പറമ്പിലോട്ട് ചാഞ്ഞു നിൽക്കുക, അത് വെട്ടിക്കളയണം, അദ്ദേഹത്തിന്റെ കൃഷിയൊന്നും വളരുന്നില്ല, ചൂടല, വെട്ടിക്കളന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങേര് അതിര് തീർത്തൊരു 5-6 കമ്പ് അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ സഹിച്ചില്ല, മാവിന്റെ 5-6 കമ്പ് അതിര് തീർത്ത് വെട്ടിയിരിക്കുന്നു. ഇവന്റെ സ്വന്തം കൈ വെട്ടിയാലും അത്രയും വേദനിക്കുന്നു, അത്രമാത്രം അവന് വേദനിച്ചു. അവൻ ഇങ്ങോട്ട് ചെന്നിട്ട് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരവും വെച്ച് ഇവനെ വിളിക്കാൻ തെറിയ എല്ലാം വിളിച്ചു. പള്ളിയിൽ നിന്ന് വന്നതാന്ന് ഓർത്തണം. കുർബാനയും കഴിഞ്ഞ് മാവിന്റെ 6 കമ്പ് വെട്ടിക്കളഞ്ഞു, അതാണ് വിഷയം. പക്ഷേ വിളിക്കാവുന്ന മുഴുവൻ തെറിയും അവനെ വിളിച്ചു. ചെറിയൊരു നഷ്ടം പോലും താങ്ങാൻ പറ്റത്തില്ല, അതാണ്. അപ്പൊ ഭൗതികതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരാൾക്ക് ചെറിയൊരു നഷ്ടം പോലും. എന്നാൽ അതേസമയം ദൈവരാജ്യത്തിൽ കഴിയുന്ന ഒരാൾ, ഇവനും പള്ളിയിൽ പോയിട്ട് കുർബാനയും കഴിഞ്ഞ് ആഘോഷമായിട്ട് എല്ലാം പോയിട്ട് വന്ന് ഇവന്റെയും പറമ്പിലെ കമ്പ് അയൽപക്കത്തോട്ട് നീണ്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് വെട്ടിക്കളയാൻ. ഇവനും പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതിര് തീർത്ത് 5-6 കമ്പ് അങ്ങ് വെട്ടിയിരിക്കും. അപ്പൊ അവൻ മനസ്സിൽ പറയും, അയ്യോ അങ്ങനെ പറഞ്ഞതാ പല പ്രാവശ്യം കമ്പ് വെട്ടാൻ, ഞാനായിട്ട് വെട്ടിക്കളയേണ്ടത്, ഏതായാലും അങ്ങനെ വെട്ടിയത് നന്നായി, അവന്റെ പറമ്പിലെ കൃഷിയൊന്നും വളരുന്നില്ലല്ലോ. അവന് അത്രയേ ഉള്ളൂ, ചെറിയ നമ്പരം തോന്നി കമ്പ് വെട്ടു, പക്ഷെ അതിനപ്പുറത്തോട്ട് കിടക്കത്തില്ല. ദൈവരാജ്യത്തിൽ കഴിയുന്ന ഒരാളുടെ മനോഭാവം അതാണ്. സമ്പത്തിന്റെ ചെറിയൊരു നഷ്ടം അത് അദ്ദേഹത്തെ ആദ്യം വേദനിപ്പിക്കും. നമ്മളെ കാറെ പോവാണ്, വണ്ടി പോയി ഒന്ന് ഉരസി, നമ്മുടെ നാട്ടിലെ കേട്ടോ, ഓസ്ട്രേലിയയിൽ അത്രയും ആളുകളെ ചൂടാകത്തില്ലായിരിക്കും. നമ്മുടെ നാട്ടിൽ വണ്ടി ഉരസുകയോ തട്ടുകയോ ചെയ്താൽ ചാടി ഇറങ്ങി ആദ്യം ചൂടാകുന്നവനാണ് പ്രയോറിറ്റി. മറ്റവന്റെ കുറ്റമല്ല മറ്റവന്റെ മണ്ടയ്ക്കോട്ട് വെക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങി ചൂടായിരിക്കും. ഇസ്രായേലിൽ കഴിയുന്ന ഒരാളുടെ വണ്ടി പോയി ഒന്ന് ഉരസി, അവൻ ചാടി ഇറങ്ങി മറ്റേ വണ്ടിക്കാരനെ ചീത്ത വിളിച്ച് ഒന്ന് കൊല വിളിച്ചു. ചെറിയൊന്ന് ഉരസതേ ഉള്ളൂ,
അവന്റെ ദേഹം ഉരസിയാൽ അത്രയും, അവന്റെ ദേഹം മുറിഞ്ഞാൽ അത്രയും വേദനിക്കത്തില്ല. പക്ഷെ വണ്ടി ഒന്ന് ഉരസിയപ്പോഴത്തേക്ക് പിന്നെ താങ്ങാൻ പറ്റത്തില്ല. ചാടി ഇറങ്ങി പിന്നെ വിളിക്കാൻ ചീത്തയെല്ലാം. ദൈവരാജ്യത്തിൽ കഴിയുന്നവന്റെ വണ്ടിയും പോയി ഇതുപോലെ ഒന്ന് ഉരസിയെന്ന് വിചാരിക്കുക. അവൻ ചാടി ഇറങ്ങി ചോദിക്കും, ചേട്ടാ വല്ലതും പറ്റിയോ? ഓ എനിക്കൊന്നും പറ്റിയില്ല. അദ്ദേഹം പറയും എനിക്കും ഒന്നും പറ്റിയില്ല, വണ്ടി അല്ലയോ ഉരസ്യം നോക്കിയിരിക്കും. ഇതാ വ്യത്യാസം. ദൈവരാജ്യത്തിൽ കഴിയുന്ന ഒരാൾക്ക് സമ്പത്തിന്റെ ചെറിയൊരു നഷ്ടം അത് അദ്ദേഹത്തെ അധികം വേദനിപ്പിക്കുന്നു. മറ്റുദാഹരണം പറഞ്ഞാല് ഇസ്രായേൽ രാജ്യത്തിൽ കഴിയുന്ന ഒരാൾ പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്നു കഴിഞ്ഞ കമ്മിറ്റിയിൽ. പുതിയ കമ്മിറ്റി വന്നപ്പം ഇവനെ കമ്മിറ്റി അംഗം പോലും ആക്കി. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് കമ്മിറ്റി പോലും കയറാൻ പറ്റി. അവന് താങ്ങാൻ പറ്റത്തില്ല. അവൻ പുതിയ കമ്മിറ്റിക്കാരന് വെക്കാവുന്ന പൂളെല്ലാം മാറി നിന്ന് വെക്കും. കാരണം എന്താണെന്നറിയാമോ? ചെറിയൊരു അധികാരത്തിന്റെ നഷ്ടം താങ്ങാൻ പറ്റത്തില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ കഴിയുന്ന ഒരാള് കമ്മിറ്റി അംഗമായിരുന്നു, ട്രസ്റ്റി ആയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ട്രസ്റ്റി സ്ഥാനവും പോയിട്ട് കമ്മിറ്റിയിലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അദ്ദേഹം ചിന്തിക്കും, ഞാൻ മാത്രം ട്രസ്റ്റി ആയ പോരാല്ലോ, എല്ലാവരും ആകട്ടെ. ഇതാ വ്യത്യാസം. അംഗീകാരത്തിന് ചെറിയൊരു നഷ്ടം അദ്ദേഹത്തെ ദൈവരാജ്യത്തിൽ കഴിയുന്നവനെ വേദനിപ്പിക്കുന്നത്. ഇസ്രായേലിൽ കഴിയുന്നവന് ചെറിയൊരു നഷ്ടം പോലും താങ്ങാൻ പറ്റത്തില്ല. അത് പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറിയുമല്ല, കുടുംബത്തെ പോലും ഭാര്യയോട് കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വേണ്ടത്ര അംഗീകാരമില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് വിലയില്ല. കണ്ടോ? അത് തിരിച്ചും പറഞ്ഞും ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചെറിയൊരു മഹത്വത്തിന്റെ, അധികാരത്തിന്റെ, അംഗീകാരത്തിന്റെ കുറവൊന്നും താങ്ങാൻ പറ്റത്തില്ല. ഒരു ഗ്ലാസ് പൊട്ടിയാൽ മതി, വീട്ടിൽ പിന്നെ ബഹളമാണ്. ഒരു ഗ്ലാസ് പൊട്ടിയതേ ഉള്ളൂ, പക്ഷെ അതിന് പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകും. ചെറിയൊരു നഷ്ടം പോലും. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് വളരാതെ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിൽ വന്ന് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചാൽ ആദ്യം പറഞ്ഞ വാക്ക് മർക്കോസ് 1:15. നിങ്ങൾ ഇത്രയും നാൾ ഇസ്രായേൽ രാജ്യത്തിന്റെ മനോഭാവത്തിൽ കഴിയുകയായിരുന്നു, നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് 1:15. അനുതപിച്ച് ഉണ്ടോ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തില് പ്രത്യേകമായിട്ട് ഇത് പറയുന്നുണ്ട്. 16-ാം വാക്യം, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു, അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കും. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. ഉണ്ടോ? യേശു വരെ, യേശുവിന്റെ വരവ് വരെ യോഹന്നാനെ കൊണ്ട് ഇസ്രായേൽ രാജ്യം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ രാജ്യം യോഹന്നാൻ വരെ ആയിരുന്നു. നിങ്ങൾ പുതിയ രാജ്യത്തിലേക്ക് കടക്കുകയാണ്, യേശു അവതരിപ്പിച്ച ദൈവരാജ്യത്തിലേക്ക്. പക്ഷെ അതിലേക്ക് ബലപ്രയോഗം ആവശ്യമാണ്. നിയമം പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ചതിൽ പ്രവേശിക്കും. അപ്പം ഇസ്രായേൽ രാജ്യത്തിന്റെ ഫ്രെയിമിൽ നിന്നും ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് വളരാതെ ഒരാൾക്കും സന്തോഷവും സമാധാനവും കിട്ടത്തില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഫ്രെയിമിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തി കഴിയുമ്പോൾ അവിടെ സമ്പത്തിന് ചെറിയൊരു നഷ്ടം, അധികാരത്തിന് നഷ്ടം, അതൊക്കെ ചെറിയ നൊമ്പരമൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മളെ തകർക്കത്തില്ല. എന്നാൽ ഇസ്രായേലിൽ കഴിയുന്നവന് ഇതിന് ചെറിയൊരു നഷ്ടം പോലും നിരന്തരം അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് യേശു പറയുക, നിങ്ങൾ സന്തോഷവും സമാധാനങ്ങൾ കഴിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരണം. അതിന് ബലപ്രയോഗം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാരത് കീഴടക്കും. അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ആൻ ഈസി ലൈഫ്. ക്രിസ്ത്യ ജീവിതം ഒരു സാധാരണ ജീവിതമല്ല. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി ലൈഫ്. ഇത് നമ്മോട് തന്നെ ബലം പ്രയോഗിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ്. ആരോടാ ബലം പ്രയോഗിക്കേണ്ടത്? ഞാൻ എന്നോട്, എൻ്റെ ഇഷ്ടങ്ങളോട്, എൻ്റെ മോഹങ്ങളോട്, എൻ്റെ താല്പര്യങ്ങളോട്. ഇസ്രായേൽ രാജ്യത്തിന്റെ ഫ്രെയിമിൽ കഴിയാൻ വെമ്പുന്ന മനസ്സിനെ ദൈവരാജ്യത്തിന്റെ ഫ്രെയിമിലേക്ക് ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകണം. ഞാൻ ഉദാഹരണം പറയും. നമ്മുടെ വീടിന്റെ പുറത്തോട്ട് തെങ്ങ് ചാഞ്ഞു നിൽക്കും. നാട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ
അപ്പൊ നമ്മളെന്തെടുക്കും? ആ തെങ്ങ് വന്ന് വീടേ മുട്ടായിരിക്കും, ഒരു കമ്പിയോട്ട് അങ്ങോട്ട് വലിച്ചു കെട്ടും. ഒരു കമ്പി കൊണ്ട് വലിച്ചു കെട്ടും. ഒറ്റ ദിവസം കൊണ്ട് ആ തെങ്ങ് നൂർക്കത്തില്ല. പതുക്കെ പതുക്കെ ഓരോ മാസം കൂടി ഇരിക്കുമ്പോൾ അരയടി ഒരടി വീതം ഇങ്ങോട്ട് വലിച്ച് വീടിന്റെ പുറത്തോട്ട് ചാഞ്ഞിരിക്കുന്ന തെങ്ങ് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നേരെ എതിർദിശയിലേക്ക് മറിഞ്ഞു. ബലപ്രയോഗത്തിലൂടെ, ഒറ്റ ദിവസം കൊണ്ടല്ല, നിരന്തരം ബലപ്രയോഗം നടത്തി വീടിന്റെ പുറത്തോട്ട് ചാഞ്ഞിരിക്കുന്ന തെങ്ങ് വീടിന്റെ എതിർദിശയിലേക്ക് ചാഞ്ഞു. അതായത് ഇസ്രായേൽ രാജ്യത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന എന്നെ നിങ്ങളെയും ഒരു ബലപ്രയോഗത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് ചരിക്കുക. എന്താണ് ഈ ബലപ്രയോഗം? അതാണ് യേശു പറഞ്ഞത്, അനുതപിക്കണം. അനുതപിച്ച് വേണം ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി ലൈഫ്. അനുതാപവും പശ്ചാത്താപവും ഇല്ലാതെ ഇസ്രായേൽ രാജ്യത്തിന്റെ കോൺസെപ്റ്റിൽ നിന്നും ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റിലേക്ക് ചരിയാൻ നമുക്ക് സാധിക്കത്തില്ല. നിരന്തരം ഒരു ബലപ്രയോഗം ആവശ്യം. നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുക, അനുദിനം കുരിശെടുക്കുകയാണ്. ബൈബിളിൽ പറയുന്നുണ്ട് അനുദിനം കുരിശെടുത്തിനെ അനുഗമിക്കണം. അതിലെന്താ അനുദിനം കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ? പലസ്തീനയിൽ ആരാ എല്ലാ ദിവസവും പോയി കുരിശെടുക്കുന്നത്? കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടവന് മാത്രമേ കുരിശെടുക്കത്തുള്ളൂ. കർത്താവ് ഒരിക്കലേ കുരിശെടുത്തുള്ളൂ. കാരണം കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതുകൊണ്ട്. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടാൽ അവന്റെ ഉത്തരവാദിത്തമാണ് ആ ഡിവൈസ് എടുത്തുകൊണ്ട് എവിടെ വിധി നടന്നു അവിടെ മുതൽ എക്സിക്യൂഷൻ നടക്കുന്നവർ ഈ ഡിവൈസ് എടുത്തുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് കർത്താവ് പീലാത്തോസ് ന്യായാധിപനെ മുതൽ ആ ഡിവൈസ് എടുത്തുകൊണ്ട് ഗോകുൽത്താ വരെ പോയി. അപ്പം അനുദിനം കുരിശെടുക്കാൻ പറഞ്ഞ അർത്ഥം എന്നാ? ഓരോ ദിവസവും കുരിശെടുക്കണം. കുരിശെടുത്താൽ മരിച്ചിരിക്കും. ഓരോ ദിവസവും കുരിശെടുക്കാനും മരിക്കാനും ആർക്ക് സാധിക്കും? അപ്പോൾ അതൊരു ആത്മീയമായ ചിന്തയാണ്, നമുക്കറിയാം. അതൊരു ആത്മീയമായ തലമാണ്. ഓരോ ദിവസം കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് എൻ്റെ അനുദിന വേദനയുള്ള കഷ്ടപ്പാടുകളൊക്കെ സ്വീകരിക്കുക, അങ്ങനെ അർത്ഥമുണ്ട്. എങ്കിലും കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അനുദിനം കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ അനുദിനം ഞാൻ ക്രൂശിക്കപ്പെടണം. എല്ലാ ദിവസവും ഞാൻ ക്രൂശുമരണത്തിന് വിധിക്കപ്പെട്ടവനെ പോലെ കുരിശെടുക്കണം. ഞാൻ ക്രൂശിക്കപ്പെടണം. എൻ്റെ കൈകൾക്കും കാലുകൾക്കും ആണി വയ്ക്കണം. എൻ്റെ ഇച്ഛകൾക്കും മോഹങ്ങൾക്കും ആണി വയ്ക്കണം. എൻ്റെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രം ട്രെയിൻ ചെയ്യപ്പെട്ട കൈയാണ് എനിക്കുള്ളത്. എൻ്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് മാത്രം ട്രെയിൻ ചെയ്യപ്പെട്ട കണ്ണുകളാണ് എനിക്കുള്ളത്. എൻ്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് മാത്രം ട്രെയിൻ ചെയ്യപ്പെട്ട എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, അവയ്ക്കെല്ലാം ആണിവെക്കാതെ യേശുവിന് വേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ട കൈയും കാലും കണ്ണും നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അനുദിനം ക്രൂശിക്കപ്പെടണം. അനുദിനം കുരിശെടുക്കണം. എൻ്റെ ഇഷ്ടങ്ങളോടും മോഹങ്ങളോടും താല്പര്യങ്ങളോടും അനുദിനം യുദ്ധം ചെയ്യണം. അതാണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യുക. എൻ്റെ ഇഷ്ടങ്ങളോട് മോഹങ്ങളോട് എന്നെ തന്നെ കുരിശിക്കുക. എൻ്റെ കൈകൾക്കും കാലുകൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും ആണിവെക്കുക. അനുദിനം കുരിശെടുക്കുക. അതായത് ബലപ്രയോഗം. അനുദപിക്കുക. അനുദപിച്ച് വേണം ഈ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡിലേക്ക് വളരാൻ. എന്താണ് അനുദപിക്കുക എന്ന വാക്കിന്റെ അർത്ഥം? അതിന്റെ ഗ്രീക്ക് വാക്ക് മെത്തനോയിയ എന്ന പദമാണ്. അതിന്റെ അവർ തിരിയുക. ടേൺ ബാക്ക്. ദൈവത്തിന് അഭിമുഖമായി തിരിയണം. നിങ്ങൾ വിമുഖരായി നിൽക്കാതെ നിങ്ങൾ അഭിമുഖമായി നിൽക്കണം. നമ്മള് നാട്ടിലൊക്കെ പറയാം അഭിമുഖം കൊടുക്കുക, മുഖത്തോട് മുഖം. നിങ്ങൾ ദൈവത്തിന് മുഖത്തോട് മുഖം നിൽക്കുക. നിങ്ങൾ വിമുഖരായി നിൽക്കാതെ ദൈവത്തിന് അഭിമുഖമായി നിൽക്കുക. ദൈവത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിൽ വന്ന് നിറയും. ദൈവത്തിലേക്ക് തിരിയാന് നിങ്ങൾ കർത്താവ് പറഞ്ഞു. ടേൺ ബാക്ക്, കൺവേർട്ട്. അപ്പോൾ പശ്ചാത്തപിക്കുക എന്ന വാക്കിന്റെ അർത്ഥം കൺവേർട്ട്, ടേൺ ബാക്ക്, തിരിയുക. നിന്റെ ഹൃദയത്തെ ദൈവത്തിന് അഭിമുഖമായി തിരിക്കണം. ഇസ്രായേൽ രാജ്യത്തിന്റെ മനോഭാവത്തിൽ നിന്നും ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് നീ തിരിയണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന മനോഭാവത്തിലേക്ക് നിന്റെ കാഴ്ചപ്പാടുകളെ തിരിക്കണം. അതിന് ബലപ്രയോഗം ആവശ്യമാണ്. നിരന്തരം എൻ്റെ ഇഷ്ടങ്ങളോടും മോഹങ്ങളോടും യുദ്ധം ചെയ്യുന്ന ഒരു മനോഭാവം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്ന ഒരാൾക്ക് മാത്രമേ ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും കിട്ടത്തുള്ളൂ. ഇസ്രായേൽ രാജ്യവും ദൈവരാജ്യവുമാണ്. അപ്പോൾ നിങ്ങൾ ഹൃദയത്തെ ദൈവത്തിന് അഭിമുഖമായി തിരിക്കണം. ടേൺ ബാക്ക്, കൺവേർട്ട്, മെത്തനോയിയ. കർത്താവ് പറയണം അനുദപിക്കണം. നിങ്ങൾ തിരിയണം.
ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് നിങ്ങൾ തിരിയണം. ഹൃദയത്തെയും മനസ്സിനെയും ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകണം. കർത്താവ് 3.5 വർഷം ദൈവരാജ്യം പ്രസംഗിച്ചിട്ടും അവരുടെ മനസ്സിൽ തിളച്ചു നിന്ന രാജ്യം ഏതാണ്? ഇസ്രായേൽ രാജ്യം. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ തിളച്ചു നിൽക്കുന്ന രാജ്യം ഇസ്രായേൽ രാജ്യം. ആ മനോഭാവത്തിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് ഒരു ബലപ്രയോഗം ആവശ്യം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് നമ്മുടെ വിശ്വാസ തലത്തെ ഉയർത്താതെ ഈ ലോകത്തിൽ ഒരൊത്തും സന്തോഷവും സമാധാനം കിട്ടത്തില്ല. ഞാൻ നിർണഭാഗത്ത് ഈ വീട്ടിൽ പോയ കാര്യം പറഞ്ഞു. ആ വീട്ടിൽ പോയിരുന്നപ്പോൾ ഈ ആന്റിയോട് എന്തു പറയും? ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് സഭയൊന്നും തന്നില്ല. ഞാനൊരു അച്ഛനായിട്ടോട് ചെന്ന് കയറുമ്പോൾ എന്തൊക്കെ പരാതികളായിരിക്കും ഈ ആന്റി പറയാൻ പോകുന്നത്. ഞാൻ എന്തോ മറുപടിയാ പറയേണ്ടത്? എൻ്റെ മനസ്സാകെ ആകുലപ്പെട്ട വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്. സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഈ ആന്റി എന്നോട് പറയുക, അച്ഛാ, ഞങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളാ ദൈവം തന്നത്. ഞാൻ ഓരോന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് ഞെട്ട്. അച്ഛാ, അതിനോട്ട് 3 പിള്ളേരെ തന്നിട്ടുണ്ട്. മൂത്തവന് +2 എല്ലാം A+ ആച്ചാ. ഭർത്താവ് ജോലിക്ക് പോയിരിക്കുക. ഞങ്ങൾ സന്തോഷത്തിലാച്ചാ കഴിയുന്നത്. ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും ഞെട്ടുക അവൻ്റെ ഉള്ളിൽ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിൽ കഴിയുന്ന അനേകം മനുഷ്യരുണ്ട്. ചില സഹനങ്ങളുടെ തീച്ചൂളയിൽ കഴിയുന്ന മനുഷ്യർ. അവരെങ്ങനെ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആയിരക്കണക്കിന് വീടുകളിൽ പോയോണ്ട് എനിക്കറിയാം. അവരോടൊപ്പം ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ കേൾക്കും. അവരെങ്ങനെ കഴിഞ്ഞുകൂടുന്നു ചിലപ്പം ചിന്തിക്കുന്നു. രോഗത്തിന്റെ, സാമ്പത്തിക ഭാരത്തിന്റെ ഒക്കെ അങ്ങയുടെയും പ്രതീക്ഷയും പ്രത്യാശയും കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടും സന്തോഷത്തിനും സമാധാനത്തിനും കഴിയാത്ത വ്യക്തികളും ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനത്തെ ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഹൃദയത്തെ ഉയർത്താതെ ഒരാൾക്കും ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടാകത്തില്ല. സന്തോഷവും സമാധാനം ഈ ലോകത്തിൽ ലഭിക്കുകയും. ഇനി ഈ ദൈവരാജ്യത്തിന്റെ മനോഭാവത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ മരണത്തെ പോലും നമുക്കിനി ഭയമില്ല. മരണത്തെ പോലും ഭയപ്പെടത്തില്ല നമ്മൾ. കാരണം ഞാൻ ദൈവരാജ്യത്തിലാണെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ മരണത്തെ ഭയമില്ല. നീ എവിടോട്ട് ചാഞ്ഞു നിൽക്കുമോ നീ അവിടേക്ക് വീഴും. നീ ഇസ്രായേൽ രാജ്യത്തിലേക്കാ ചാഞ്ഞു നിൽക്കുന്നെങ്കിൽ നീ ഇസ്രായേൽ രാജ്യത്തിലേക്ക് വീഴും. നീ ദൈവരാജ്യത്തിലേക്കാ ചാഞ്ഞു നിൽക്കുന്നെങ്കിൽ നീ ദൈവരാജ്യത്തിലേക്ക് വീഴും. നീ എങ്ങോട്ടാ ചാഞ്ഞു നിൽക്കുന്നത്? ഇസ്രായേൽ രാജ്യത്തിലേക്കാണോ ദൈവരാജ്യത്തിലേക്കാണോ? നീ എവിടോട്ട് ചാഞ്ഞു നിൽക്കുമോ അവിടോട്ട് വീഴും. നീ ദൈവരാജ്യത്തിലേക്കാ ചാഞ്ഞു നിൽക്കുന്നെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്. ആ ബോധ്യത്തിലാണ് ഞാൻ കഴിയുന്നത്. ഓരോ ദിവസവും ഞാൻ ദൈവരാജ്യത്തിലാണെന്ന് ബോധ്യമുള്ള ഒരാൾക്ക് വീണാൽ അവന്റെ കരങ്ങളിലേ വീഴും. ആ ബോധ്യത്തിലാണ് കഴിയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പട്ടം കിട്ടി ആദ്യം എന്നെ വിട്ട പള്ളി ഹൈറേഞ്ചിൽ കോതപാറ എന്ന് പറയുന്നൊരു പള്ളിയാണ്. കോതപാറ ലോകത്തിന്റെ അവസാനമാണ്. അതിനപ്പുറത്തോട്ട് ലോകമില്ല. അവിടെ കൊണ്ട് വഴി തീരുക. ഉപ്പുതറ എന്നൊരു 12 കിലോമീറ്റർ നടക്കണം. മുഴുവൻ കയറ്റമാണ്, ഒറ്റ കയറ്റമാണ്. 2.5 മണിക്കൂർ നടന്നാലേ പള്ളി ചെല്ലത്തുള്ളൂ. കറണ്ട് ഇല്ല. ഇന്നത്തെ പത്രം 4 മണിക്കേ കിട്ടത്തുള്ളൂ. പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നാളെ 4 മണിക്ക് കിട്ടും പത്രം. TV ഇല്ല, ഫോണില്ല. ആ പള്ളിയിൽ എന്നെ ആദ്യം തിരുമേനി വിട്ടത്. അപ്പൊ ഞാൻ ക്രിസ്മസിനും ഈസ്റ്ററിനും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് വീട്ടിൽ വരെ വരാൻ വേണ്ടി ക്രിസ്മസിനും ഈസ്റ്ററിനും ഈ 2.5 കിലോമീറ്റർ നടന്ന് ഉപ്പുതറ ബൈക്ക് 120 കിലോമീറ്റർ ബൈക്ക് ഓടിക്കണം. ഒരു 60 കിലോമീറ്റർ ആകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ മുണ്ടക്കയത്ത് കയറി ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ വീട്ടിലോട്ട് ബാക്കി പകുതി ഓടും. ഏതോ ഒരു ക്രിസ്മസിനാണോ ഈസ്റ്ററിനെ ഓർക്കുന്നില്ല. ഇതുപോലെ ഞാൻ കോതപാറയിൽ നിന്ന് ഇറങ്ങി മുണ്ടക്കയത്ത് കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പം പുള്ളിക്കാരൻ ഇന്ന് ക്രിക്കറ്റ് കളി കാണും. ഞാനന്ന് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ പ്രാന്താ എനിക്ക്. സെമിനാരിക്കാരെയൊക്കെ ഇത് പഠിപ്പിക്കുക അതിൻ്റെ പ്രധാന പണി. രാത്രിയിലെ ബോളൊക്കെ പോയി ഓടൊക്കെ പൊട്ടും. റക്ടസിന് അറിയാതെ പിന്നെ രാത്രി ഇത് കയറി ഇടുക. ഇതൊക്കെ നമ്മുടെ പരിപാടി, കലാപരിപാടികൾ. അപ്പം ക്രിക്കറ്റ് കളി അപ്പം ഞാൻ ചാടി വീട്ടിൽ താമസിച്ച് എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഞാൻ കയറി ഇരുന്ന് ക്രിക്കറ്റ് കളി കണ്ടു. കളി നോക്കിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് കളി തുടങ്ങി. സേവാങ് ഔട്ടാകുന്നു, സച്ചിൻ ഔട്ടാകുന്നു, ഗാംഗുലി ഔട്ടാകുന്നു, ദ്രാവിഡ് ഔട്ടാകുന്നു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുക. ഇവന്മാരെന്തോ നോക്കിയാ കളിക്കുന്നത്. പഴയ കളിക്കാരാ കേട്ടോ, 90കളിലെ കളിക്കാരാ.
ഇവന്മാരെന്തോ നോക്കിയാ കളിക്കുന്ന പാകിസ്ഥാനാന്ന് ഇവന്മാർക്ക് അറിയത്തില്ലയോ? ഞാൻ അവിടെ ഇരുന്ന് അരിശപ്പെടുക. ഓരോ വിക്കറ്റ് പോകണം ഞാൻ ഇരുന്ന് അരിശപ്പെടും. ഇവന്മാർക്ക് എന്തോ നോക്കി ഇവന്മാർ കളിക്കുന്നതൊക്കെ പറഞ്ഞു. കൂട്ടുകാരൻ അച്ഛന് യാതൊരു ഒരു ടെൻഷൻ, അങ്ങനെ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് വളരെ ഈസി ആയിട്ട് കാണും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങേർക്ക് ടെൻഷൻ ഇല്ലല്ലോടോ, എന്തോ ഇങ്ങനെ ഈ വിക്കറ്റ് പോകുന്ന കാണുന്നില്ല എന്ന് ചോദിച്ചു. പറഞ്ഞ പുള്ളിക്കാരൻ പറയാ, അത് ഇന്നലത്തെ കളിയാ, റീപ്ലേ ആന്ന് പറയാം. ഇന്ത്യ ജയിച്ച കളിയായത്, ഇന്നലത്തെ കളി ഇന്ത്യ ജയിച്ച കളിയാണ്. പുള്ളി റീപ്ലേ കാണുക, ഞാൻ ആദ്യം കാണുക. ഇന്ത്യ ജയിച്ച കളിയാ. സഹോദരങ്ങളെ, ജയിച്ച കളി കാണുന്നവന് ടെൻഷൻ ഇല്ല. ജയിച്ച കളിയാന്ന് ബോധ്യത്തോടു കൂടിയാണ് കളി കാണുന്നതെങ്കിൽ കളിക്ക് ടെൻഷൻ ഇല്ല. നിങ്ങളുടെ ജീവിതമാകുന്ന കളി ജയിച്ച കളിയാണെന്ന ബോധ്യത്തിലാണ് നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ ടെൻഷന് കാര്യമില്ല. ഈ ജീവിതമാകുന്ന കളി ജയിച്ചതാണ്. കാരണം ഞാൻ വീണാൽ അവന്റെ കരങ്ങളിലാണ്, ഞാൻ ദൈവരാജ്യത്തിലാണ്. ഈ ബോധ്യത്തിൽ കഴിയുന്ന ഒരാളിന് മരണത്തെ ഭയമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡിലേക്ക് നിങ്ങൾ വളരണം. അതാ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. പക്ഷെ 3.5 വർഷവും 40 ദിവസവും പഠിപ്പിച്ചിട്ടും അവന്മാരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന രാജ്യം ഇസ്രായേൽ രാജ്യം. പക്ഷേ പെന്തിക്കോസ്തിക്ക് ശേഷം ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാവുകയാണ്, ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുകയാണ്. പിന്നെ അവര് കർത്താവിന്റെ സ്നേഹത്തിൽ ആരിനെ വേർപെടുത്തും, ഈ ദൈവരാജ്യത്തിൽ ആരിനെ വേർപെടുത്തും. അപ്പൊ ഈ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡിലേക്ക് വളരുക, ഇത് ഒരു അടിസ്ഥാന ചിന്തയായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. ആരാണ് ക്രിസ്ത്യാനി എന്ന ചോദ്യത്തില് എല്ലാ ഉത്തരവും ഉണ്ട്. ആരാണ് ക്രിസ്ത്യാനി? ഹു ഈസ് എ ക്രിസ്ത്യൻ? എങ്ങനെയാ ക്രിസ്ത്യൻ എഴുതുക? ക്രൈസ്റ്റ് എന്ന് എഴുതിയിട്ട് പ്ലസ് എഴുതി IAN എഴുതുമ്പോഴാ ക്രിസ്ത്യൻ, ഇല്ലേ? ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. ക്രിസ്തു ഉള്ളിലുള്ളവരാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ ഏറ്റവും നല്ല വ്യാഖ്യാനം, എനിക്ക് ഇഷ്ടപ്പെട്ട വ്യാഖ്യാനമാണ്, ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. എത്ര പേർ ഉള്ളിൽ യേശു ഉണ്ടെന്നാ ചോദ്യം. ആരാണ് ക്രിസ്ത്യാനി? ക്രൈസ്റ്റ് ഹു ഈസ് ഇൻ, ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. ആരുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. മറ്റു വാക്കിൽ പറഞ്ഞാൽ, മലങ്കരക്കാര്, പള്ളി പോകുന്ന മലങ്കരക്കാരുടെ എത്ര പേരുടെ ഉള്ളിൽ യേശു ഉണ്ട്? ഇതാ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ മലങ്കരക്കാരനാകാനോ ഓർത്തഡോക്സുകാരനാകാനോ സൂറ മലബാറുകാരനാകാനോ ലത്തീൻകാരനാകാനോ വളരെ എളുപ്പമാണ്. മർത്തമാക്കാരനാകാനൊക്കെ വളരെ എളുപ്പമാണ്. ഞായറാഴ്ച പള്ളിയിൽ പോവുക, കുടിശ്ശിക കൊടുക്കുക, മര്യാദക്കൊക്കെ ജീവിക്കുക, പോലീസ് പിടിക്കുന്നൊന്നും ചെയ്യരുത്, ചെയ്താൽ തന്നെ പിടിക്കാതൊക്കെ സൂക്ഷിച്ചോണം. ഇത്രയാണെങ്കിൽ എല്ലാവരും പറയും നല്ല ആളാ എന്ന് പറയും. വികാരിയച്ഛനും പറയും, നാട്ടുകാരും പറയും, തിരുമേനിയും പറയും നല്ല ആളാച്ചാ, പള്ളിയിൽ പോകുന്നുണ്ട്, കുടിശ്ശികയും കൊടുക്കുന്നുണ്ട്, മര്യാദക്കൊക്കെയാ ജീവിക്കുന്നത്, ഇതുവരെ പോലീസ് പിടിച്ചായിട്ടൊന്നും ഞങ്ങൾക്ക് അറിവില്ല. നല്ല മലങ്കരക്കാരനാ, നല്ല ഓർത്തഡോക്സുകാരനാ. പക്ഷെ ക്രിസ്ത്യാനിയാകാൻ ഇത് പോരാ. പള്ളിയിൽ പോയി കുടിശ്ശികയും കൊടുത്ത് മര്യാദയ്ക്ക് ജീവിച്ചതിന്റെ പേര് ക്രിസ്ത്യാനി ആകണമെന്നില്ല. പള്ളി പോകാത്തവരും മര്യാദയ്ക്കൊക്കെ ജീവിക്കുന്നുണ്ടോ ഇഷ്ടംപോലെ നമുക്കറിയാം. അപ്പൊ ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. മലങ്കരക്കാര് പള്ളി പോകുന്ന എത്ര പേരുടെ ഉള്ളിൽ യേശുവുണ്ട്. ക്രൈസ്റ്റ് ഹു ഈസ് ഇൻ, ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. പക്ഷെ ക്രിസ്തു ഉള്ളിലോട്ട് കടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അത് വില കൊടുക്കേണ്ട കാര്യമാണ്, ക്രിസ്തുവിലോട്ട് കടക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ തിരുവല്ല, കല്ലുപ്പാറ, കടമാൻകുളം ഇവിടെ പറയുണ്ടായി. കപ്പയും ചക്കയൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്, ചേന, ചേമ്പ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു അച്ചായന് വയറെല്ലാം കൊണ്ട് വീർത്ത് പുഷ്പയിലോട്ട് ഓടിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അങ്കിളെ, ഗ്യാസിന്റെ അസുഖമാണ്, അതാ വയറ് വീർത്തിരിക്കുന്നേ. എന്നിട്ട് ഗ്യാസിനെ കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുത്തു. ഇങ്ങനെ അസുഖം പോകുമോ? 1 മണിക്കൂർ ക്ലാസ് കിട്ടിയതിന് ഇല്ല. ഇന്റർനെറ്റിൽ കൂടെ കണ്ടുപിടിച്ച് അത് പറഞ്ഞ ഗുളികയെ കുറിച്ച് 1/2 മണിക്കൂർ വീണ്ടും ക്ലാസ്. ഇവന് ഈ ഗുളിക വാങ്ങിച്ചുകൊണ്ട് ഭാര്യ അടുത്ത് പോയി ഗ്യാസിനെ കുറിച്ചും ഗുളികയെ കുറിച്ചും 1.5 മണിക്കൂർ ഭാര്യയോട് ഇതെല്ലാം പറഞ്ഞു. അസുഖം പോകുമോ? ഇല്ല. ഇവന് പാട്ടുകാരനാണ്. ഇവന് ഗുളികയെ കുറിച്ച് പാട്ട് എഴുതിയുണ്ടാക്കി. ഗ്യാസ് പോവും ഗുളിക, രക്ഷ നൽകും ഗുളിക, സൗഖ്യം നൽകും ഗുളിക എന്ന് പറഞ്ഞ നാട് മുഴുവൻ ഭയങ്കരം പാട്ടാണ് ഗുളികയെ കുറിച്ച്. അസുഖം പോകുമോ? ഇല്ല. അസുഖം പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ഗുളിക കഴിക്കണം, ഈ ഗുളിക ഉള്ളിൽ ചെല്ലണം.
ഈ ഗുളിക ഉള്ളിൽ ചെന്ന് പ്രവർത്തിച്ചാലും അവൻ്റെ അസുഖം പോകും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് എത്ര കേട്ടാലും, എത്ര ധ്യാനം കൂടിയാലും, എത്ര കൈകൊട്ടിപ്പാടിയാലും തുള്ളിച്ചാടിയാലും യേശു ഉള്ളിലോട്ട് കടക്കുന്നില്ലെങ്കിൽ ഒരുവനും ക്രിസ്ത്യാനിയാകത്തില്ല. എന്താ യേശു ഉള്ളിലോട്ട് കടക്കുക എന്ന് പറഞ്ഞാൽ? യേശു ഉള്ളിലോട്ട് കടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പ്രകൃതി നിയമമാണ്. ഉള്ളിലെ അശുദ്ധവായു പുറത്തു പോകുന്നിടത്ത് മാത്രമേ ശുദ്ധവായു എടുക്കാൻ പറ്റത്തുള്ളൂ. പ്രകൃതി നിയമമാണ്. ഉള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര പുറത്തു പോകുമോ അവിടേക്കാണ് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നത്. ഉള്ളിലെ അശുദ്ധവായുവിനെ പുറത്ത് കളയാതെ ശുദ്ധവായു എടുക്കാമെന്ന് ആരും കരുതരുത്. ഉള്ളിലെ അശുദ്ധവായു എത്ര പുറത്തു പോകുമോ അവിടേക്ക് അശുദ്ധവായു. ഡു യു ഹാവ് സ്പേസ് ഇൻ യുവർ ലങ്സ്? നിന്റെ ഹൃദയത്തിൽ, നിന്റെ ലങ്സിൽ ഇടമുണ്ടോ? ഒറ്റ വഴിയേ ഉള്ളതിന്, അശുദ്ധവായുവിനെ പുറത്ത് കളയുക. അപ്പൊ അശുദ്ധവായു പുറത്ത് കളയാതെ ശുദ്ധവായു കയറത്തില്ല. യേശു ഉള്ളിലോട്ട് കടന്നു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ സഹോദരങ്ങളെ. ഉള്ളിലെ തിന്മയെ, അശുദ്ധിയെ, പാപത്തെ പുറത്ത് കളയാതെ യേശു ഉള്ളിലോട്ട് കടക്കത്തില്ല. നിങ്ങൾ എന്നോട് പറയുന്നതിന് ശ്രമിക്കണം. ഞാൻ നൂറുകണക്കിന് പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന ആളാണ്. ഒരേ പള്ളിയിൽ തന്നെ സഹോദര കുടുംബങ്ങൾ ഒരേ അച്ഛനെടുക്ക കുമ്പസാരിക്കും, അതേ പള്ളിയിൽ നിന്ന് കുർബാന സ്വീകരിക്കും. പക്ഷെ ഇവര് തമ്മിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കമില്ല. ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കയറ്റമിറക്കാനില്ലാത്ത വീട്ടിൽ ഒരേ അച്ഛൻ്റെ അടുക്കൽ രണ്ടുപേരും കുമ്പസാരിച്ച് പോയി കുർബാനയെ സ്വീകരിക്കും. ഇടവക കമ്മ്യൂണിറ്റിയിൽ തന്നെ പരസ്പരം വിദ്വേഷത്തിലും പകയിലും ശണ്ടയിലും ഒക്കെ കഴിയുന്ന ആളുകൾ ഒരേ വികാരിച്ചെടുക്ക് കുമ്പസാരിയും കുർബാനയും സ്വീകരിക്കും. പരസ്പരം മിണ്ടാട്ടമില്ല, സ്നേഹമില്ല. ക്രിസ്തുവിലുള്ള നമ്മൾ കരുതരുത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ ക്രിസ്തുവിനോട് കടന്നു വരാൻ. ഉള്ളിലെ അശുദ്ധിയെ, പാപത്തെ, തിന്മയെ പുറത്തു കളയണം. അല്ലാതെ കർത്താവ് ഉള്ളിലോട്ട് കടക്കത്തില്ല. അതാ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു. അതാ കർത്താവ് പറഞ്ഞു, തിരിയണം, മനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം. നിങ്ങൾ ഹൃദയത്തിലെ തിന്മയുടെ, പാപത്തിന്റെ എല്ലാ അവസ്ഥകളെയും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. അതുകൊണ്ടാണ് മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആർക്കാ ദൈവത്തെ കാണാൻ പറ്റുക? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെ, പാപക്കറയില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കർത്താവിനെ കാണാൻ പറ്റുക, കർത്താവിന്റെ കരചലനം അനുഭവിക്കാൻ പറ്റും. പള്ളിയിൽ പോയെന്നിരിക്കും, കുടിശ്ശി കൊടുത്തെന്നിരിക്കും, മര്യാദയ്ക്ക് ജീവിച്ചെന്നിരിക്കും, എനിക്കൊരു യേശു അനുഭവം ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു പശ്ചാത്താപത്തിനും മാനസാന്തരത്തിനും മനസ്സുണ്ടോ, അവിടെ ദൈവത്തെ കാണും, ദൈവത്തിന്റെ കരചലനം തിരിച്ച. അതുകൊണ്ടാ ഹെബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഇപ്പൊ ഹൃദയത്തിന്റെ വിശുദ്ധിയിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഒരു സെൻസിറ്റിവിറ്റി കിട്ടത്തുള്ളൂ, ദൈവത്തിന്റെ കരചലനം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ നിയർനെസ് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയെന്നിരിക്കും, നമ്മളെല്ലാം കൊടുത്തെന്നിരിക്കും, ഒക്കെ നോമിനൽ ക്രിസ്ത്യൻസ് ആയിട്ട് നമ്മൾ മലങ്കര കത്തോലിക്കനായിട്ട് ഇൻവെർട്ടർ കോമായിൽ നമ്മളെല്ലാം ചെയ്യും. പക്ഷെ യഥാർത്ഥ ദൈവാനുഭവം, ഈ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് വളരുന്ന ഒരു ഭാവം, അതൊരു പശ്ചാത്താപത്തിലും മനസാന്തരത്തിലും മാത്രമേ ലഭിക്കൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മനസാന്തരപ്പെടണം, തിരിയണം, ദൈവത്തിന് അഭിമുഖമായി ഹൃദയത്തെ മനസ്സിനെ തിരിക്കണം. ഹൃദയമാകുന്ന കുടം ദൈവത്തിന് അഭിമുഖമായിട്ട് തിരിക്കണം. അത് ടേൺ ബാക്ക്, കൺവേർട്ട്. 4 തരത്തിലുള്ള വിശ്വാസികളുണ്ട്. 4 തരത്തിലുള്ള വിശ്വാസം. ഞാൻ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വന്നിട്ട് അവസാനിപ്പിക്കും. 4 തരത്തിലുള്ള വിശ്വാസം. ഒന്നാമത്തേതാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്ന് പറയും. അതായത് അറിവിന്റെ തരത്തിലുള്ള വിശ്വാസം. ഡോഗ്മ ഗ്രീക്ക് വാക്കാണ്, അറിവ്, വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള അറിവ്. അപ്പം വിശ്വാസത്തിന് ഒന്നാമത്തെ തലവറാണ് നമ്മൾ വിശ്വസിച്ച് എന്താണെന്ന് അറിയണം. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായി അവിടുത്തെയും അവിടുന്ന് അയച്ച ഏകജാതനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ വേണമെങ്കിൽ ദൈവത്തെ അറിയണം. വിശ്വാസ പ്രമാണം അതാണ്. പിതാവ് ആരാണ്, പുത്രൻ ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, നമ്മൾ വിശ്വസിക്കുക. പിതാവ് വിശ്വസിക്കുന്നു, പുത്രൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ഏക സത്യദൈവമേ അവിടുത്തെയും അവിടുന്ന് വെച്ച് ഏകജാതനെയും അറിയുക എന്നുള്ള നിത്യജീവൻ. പൗലോസ് പറയുന്നുണ്ട്,
അയക്കാതെ ഇങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ ഇങ്ങനെ കേൾക്കും. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. അപ്പൊ അറിയണം, ദൈവത്തെ അറിയണം. അറിവിന്റെ തലത്തിലുള്ള വിശ്വാസം. ഒന്നാമത്തെ തലം അതാണ്, ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. അറിവിന്റെ തലത്തിലുള്ള വിശ്വാസം, അറിവിന്റെ തലത്തിലുള്ള വിശ്വാസം. രണ്ടാമത് മിറാക്കുലസ് ഫെയ്ത്ത്. ചിന്തയിലും ബുദ്ധിയിലും മാത്രം നിൽക്കുന്ന അറിവല്ല, അത് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും കാണപ്പെടുന്ന വിശ്വാസം. ഉദാഹരണം പറഞ്ഞാല്, ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിന് നടക്കാൻ വയ്യാത്തൊരു കുഞ്ഞിനെ, തളർന്നൊരു കുട്ടി കരിസ്മാറ്റിക് ധ്യാനത്തിന് കൊണ്ട് അവിടെ കിടത്തി. അഭിഷേക പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ആ പ്രാർത്ഥനയുടെ ആരവത്തിൽ ഈ ചെറുക്കൻ ചാടി എഴുന്നേറ്റു, സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. The Lord is alive. അപ്പോൾ ചിന്തയിലും ബുദ്ധിയിലും മാത്രമല്ല, അറിവിലും അത്ഭുതങ്ങളും അടയാളങ്ങളിലും ദൈവം ടാഞ്ചിബിളായി നമുക്ക് കാണപ്പെട്ടു. ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നതിന് അടയാളം നമുക്ക്. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസം. അത് നമുക്ക് ആവശ്യമുണ്ട്. അറിവിന്റെ തലത്തിൽ മാത്രം പോരെ വിശ്വാസം. നമ്മുടെ വിശ്വാസം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഫോസ്റ്റർ ചെയ്യപ്പെടണം. മൂന്നാമത്തേത് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്, അതായത് എനിക്ക് ദൈവം അനുഭവമാകും. കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയപ്പം നടക്കാൻ വയ്യാത്ത ചെറുക്കൻ ചാടി എഴുന്നേറ്റ് സ്റ്റേജിൽ കയറി. അതുകൊണ്ട് എനിക്കെന്താ? എനിക്ക് ഗുണമൊന്നുമില്ല. എന്റെ പ്രതിസന്ധിയിൽ, എന്റെ രോഗത്തിൽ, എന്റെ തകർച്ചയിൽ എനിക്ക് ദൈവം വ്യക്തിപരമായി അനുഭവമാകുമ്പോഴാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണം പറയാം. സുവിശേഷ സംഘത്തിൽ ഒരാൾ വന്ന് സാക്ഷ്യം പറഞ്ഞതാ. കാട്ടാക്കടയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ, അനുദിനം ജോലി ചെയ്ത് ആ കിട്ടുന്നതുകൊണ്ട് ആ കുടുംബം പോറ്റും. അദ്ദേഹത്തിന്റെ മകൾ നല്ല മിടുക്കിയ ഒരു പെൺകുട്ടി മാറിവാൻ ന്യൂസിൽ MSc സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കും. നല്ലൊരു കല്യാണാലോചന വന്നു. ഈ പെൺകുട്ടി നല്ല മിടുക്കിയായിരുന്നു. ആലോചനക്കാർ വന്ന് ഇഷ്ടപ്പെട്ടു, കല്യാണം എല്ലാം ഫിക്സ് ചെയ്തു. പക്ഷെ ഒറ്റ പൈസ ഇങ്ങനെ കയ്യിലില്ല. കല്യാണം വികാരിച്ചോണ്ട് പോയി പറഞ്ഞു. വികാരിയച്ഛന് പള്ളിയിലൊക്കെ പറഞ്ഞ് കുറെ പൈസയൊക്കെ ഇടവക്കാരൊക്കെ കളക്ട് ചെയ്തു. പലയിടത്തും അങ്ങേരെ പൈസ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. കല്യാണത്തിന് ഒരാഴ്ച മുൻപ് കല്യാണം ഉഴപ്പി പോകുന്ന തീർച്ചയായും. കാരണം സ്വർണം എടുക്കാൻ ഒരു പൈസയില്ല, കല്യാണ ചെലവിന് പൈസയില്ല. അപ്പോൾ കല്യാണം ഉഴപ്പി പോവും. അവരുടെ വീട്ടിൽ ചെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം എല്ലാം തീരുമാനം എടുത്തുകൊണ്ട് ഫൈനലൈസ് ചെയ്തു. ഇനിയും കല്യാണം നടക്കത്തില്ല എന്ന് അവരുടെ വീട്ടിൽ പോയി പറയാൻ വേണ്ടി തീരുമാനമെടുത്തു. പിറ്റേ ദിവസം 4 മണിക്ക് ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കയറി. പരിചയപ്പെട്ടു. ചോദിച്ചു പറഞ്ഞപ്പം ഈ മനുഷ്യൻ 40 വർഷം മുൻപ് ഇങ്ങേരുടെ കൂടെ സ്കൂളിൽ പഠിച്ചത്, 10ാം ക്ലാസ് ഒന്നിച്ച് പാസ്സായത്. 40 വർഷം മുൻപുള്ള ബന്ധം. പഠിക്കുന്ന കാലത്ത് ഈ വീട്ടിൽ വന്നു പോയ അദ്ദേഹത്തിന് ഓർമ്മയാണ്. അപ്പോൾ ഈ റൂട്ടിൽ വന്നപ്പോൾ ചോദിച്ചു പറഞ്ഞ് എങ്ങനെയോ ഈ വീട് തപ്പിപ്പിടിച്ച് കയറി വന്നു. ആദ്യം കണ്ടൊന്നും മനസ്സിലായില്ല. 40 വർഷത്തെ വ്യത്യാസം ഭയങ്കര. 10ാം ക്ലാസ് 15-16 വയസ്സിൽ ഒന്നിച്ച് പാസ്സായതാണ്. അപ്പൊ ഈ മനുഷ്യൻ പരിചയപ്പെട്ടില്ല. കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പ്രതിസന്ധിയെക്കുറിച്ച് പറയാൻ മറന്നില്ല. പറഞ്ഞു, എന്റെ മകളുടെ കല്യാണം എല്ലാം ആലോചിച്ച് ഉറച്ചിരിക്കുക, പക്ഷെ കല്യാണം നടക്കത്തില്ല. എന്റെ കയ്യിൽ കാശില്ല, പ്രത്യേകിച്ച് സ്വർണം എടുക്കാൻ എൻ്റെ ഒരു പൈസ പോലുമില്ല. ഈ വന്ന മനുഷ്യൻ പറയുക, ഞാനൊരു ജൂവലറി നടത്തുന്നവൻ, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്യാവശ്യമുള്ള സ്വർണം എൻ്റെ കടയിൽ വന്ന് ജൂവലറി വന്നെടുത്ത്, എന്നിട്ട് നീ സാവകാശം പൈസ അടച്ചു തീർത്താൽ മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഞാൻ അവിടെ പോയി അത്യാവശ്യം ജൂവലറിന്ന് അല്പം അത്യാവശ്യമുള്ള സ്വർണം മാത്രം എടുത്തു. പിന്നെ 1-2 പേരോട് പോയി ചോദിച്ചപ്പോൾ അവര് അത്യാവശ്യം പൈസ തന്നു. അങ്ങനെ കല്യാണമെല്ലാം നന്നായി നടന്നച്ച. അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു വാക്ക് എന്നെ എപ്പോഴും എൻ്റെ ഉള്ളിൽ പൊള്ളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 40 വർഷം എൻ്റെ വീട്ടിൽ വരാതിരുന്ന ഈ ജൂവലറിക്കാരൻ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ യേശു ജൂവലറിക്കാരന്റെ വേഷം കെട്ടി വന്നതാച്ചാന്നോ. കഴിഞ്ഞ 40 വർഷം എൻ്റെ വീട്ടിൽ വരാതിരുന്ന ഈ മനുഷ്യൻ ഇന്ന് ഒരു ജൂവലറിക്കാരനായി വന്നെങ്കിൽ യേശു ജൂവലറിക്കാരന്റെ വേഷം കെട്ടി വന്നതാച്ചാന്ന് പറഞ്ഞു. എൻ്റെ സഹനത്തിൽ, എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ തകർച്ചയിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ ഒരു പരാജയത്തിൽ എനിക്ക് വ്യക്തിപരമായ ദൈവം അനുഭവമാകും. അതിനെയാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഫെയ്ത്ത് ഈ 3 തലത്തിൽ നിൽക്കുക. അറിവിന്റെ തലത്തിൽ, അത്ഭുതമടയാളവും, പിന്നെ വ്യക്തിപരമായ എക്സ്പീരിയൻസ്. നിങ്ങളെല്ലാം പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഓക്കെ ദൈവം എനിക്ക് തരുന്നുണ്ടോ വെച്ചാൽ, എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, നോമ്പെടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുടിശ്ശിക കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്.
ദൈവം എനിക്ക് അനുഭവമാകുന്നുണ്ട്. എൻ്റെ വ്യക്തി വിഷയങ്ങൾ ദൈവം ഇടപെടുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ 3 തലവും വിശ്വാസത്തിന് ഏറെ ആവശ്യമാണ്. എങ്കിലും ഈ 3 തലത്തിൽ നിന്നതിന്റെ പേരിൽ ഞാനും നിങ്ങളും നിത്യരക്ഷ പ്രാപിക്കത്തില്ല. യഥാർത്ഥ വിശ്വാസം ഇനിയും കിടക്കുന്നു. ഇത് 3 നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. 4-മതൊരു തലമുണ്ട്, അത് നമ്മൾ കുറിച്ചിട്ടു. അതാണ് രക്ഷിക്കുന്ന വിശ്വാസം, സാൽവിഫിക് ഫെയ്ത്ത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തു ഉള്ളിലുള്ള വിശ്വാസം, എബൈഡിങ് ഫെയ്ത്ത്. യോഹന്നാൻ 15:1 വാക്യങ്ങൾ, നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. എബൈഡ് ഇൻ മീ, ഐ എബൈഡ് ഇൻ യു. എബൈഡ് ഇൻ മീ, എബൈഡ് ഇൻ മൈ ഫെയ്ത്ത്, ഇൻ മൈ ലവ്. നിങ്ങളെ സ്നേഹത്തിൽ വസിക്കും. എബൈഡ് ഇൻ മൈ വേർഡ്, എന്റെ വചനത്തിൽ വസിക്കും. അപ്പൊ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. അതാണ് ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന വിശ്വാസം. അത് റിലേഷൻഷിപ്പാണ്. ഈ 4-മത്തെ തലം കോസ്റ്റ്ലിയാണ്, വില കൊടുക്കേണ്ടതാണ്. ക്രിസ്തുവിനോട് ഒത്തു വസിക്കുന്ന, ക്രിസ്തു എന്നിൽ വസിക്കുന്ന ഈ 4-മത്തെ തലം, എബൈഡിങ് ഫെയ്ത്ത്, സാൽവിഫിക് ഫെയ്ത്ത്, കോസ്റ്റ്ലിയാണ്. ആദ്യത്തെ 3 തലത്തിലും നമ്മൾ വലിയ കോസ്റ്റ് ഒന്നും കൊടുത്തില്ല. ആദ്യം വിശ്വാസ പ്രമാണം പഠിക്കാൻ ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എല്ലാ കോസ്റ്റും കൊടുത്തു. വിശ്വാസ പ്രമാണം പഠിക്കാൻ എത്ര കോസ്റ്റാ കൊടുത്ത്? മിറാക്കുലസ് ഫെയ്ത്ത്, ധ്യാന കേന്ദ്രത്തിൽ ചെറുക്കൻ ചാടി എഴുന്നേറ്റ് സ്റ്റേയെ കയറി നമ്മൾ വല്ല കോസ്റ്റും കൊടുത്തു? ആരും ഒരു കോസ്റ്റും കൊടുത്ത്. ഇനി ജൂവലറിക്കാരൻ ആ വീട്ടിൽ വന്ന് ആ കല്യാണത്തിന് സഹായം ചെയ്തു. അവൻ അറിഞ്ഞു പോലുമില്ല, അവനൊരു കോസ്റ്റും കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഫസ്റ്റ് 3 ഫേസസ്, ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, മിറാക്കുലസ് ഫെയ്ത്ത്, എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്, നമ്മുടെ ജീവിതത്തിന് ആവശ്യം. പക്ഷേ പല വിശ്വാസികളും ഈ 3 തട്ടിൽ ജീവിക്കുന്ന വിശ്വാസികളായി. അറിഞ്ഞ തലത്തിൽ കഴിയുന്നവരുണ്ട്, ഒരു പടി കഴിഞ്ഞ് അത്ഭുതം അടയാളങ്ങളിലും കഴിയുന്നവരുണ്ട്, അതിലൊരു പടിയൂടെ കഴിഞ്ഞ് അവരുടെ വ്യക്തി ജീവിത ദൈവം അവർക്ക് അനുഭവമായി. സോ കോൾഡ് ഗുഡ് ഫെയ്ത്ത്ഫുൾ ആണവരല്ല. പക്ഷേ അത് നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ കരുതരുത്. കാരണം ഈ 3-മത്തെ തലം വരെ നമ്മൾ വലിയ കോസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 4-മതൊരു തലമുണ്ട്, അതാണ് എബൈഡിങ് ഫെയ്ത്ത്, സാൽവിഫിക് ഫെയ്ത്ത്, ക്രിസ്തു ഉള്ളിലുള്ള വിശ്വാസം, ക്രിസ്തുവിനിൽ വസിക്കുന്ന വിശ്വാസം. ദാറ്റ് ഈസ് കോസ്റ്റ്ലി. അത് വില കൊടുക്കേണ്ടത്. ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ, ഞാൻ ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലെ തിന്മയെ, പാപത്തെ പുറത്ത് കളയാതെ കർത്താവിന്റെ ഉള്ളിൽ വസിക്കുന്നില്ല. എനിക്ക് കർത്താവിന് വസിക്കാൻ പറ്റും. മുന്തിരിയുടെ ശാഖ തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്നു. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. തായ്തണ്ടിൽ നിന്നും ജീവരസം ശാഖയിലേക്ക് നുരഞ്ഞു പൊങ്ങി ഫലം പുറപ്പെടുവിക്കും. അപ്പൊ യേശുവിനോട് ചേർന്നിരിക്കുന്ന വിശ്വാസം, ദാറ്റ് ഈസ് കോസ്റ്റ്ലി. അതാ ബലപ്രയോഗം വേണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ 4-മത്തെ തലത്തിലേക്ക് വിശ്വാസത്തെ വളർത്തുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇത് ഒരേ കാര്യം തന്നെയാണ്. ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡിലേക്ക് വിശ്വാസത്തെ വളർത്തണം, അല്ലെങ്കിൽ വിശ്വാസത്തെ ഈ 4-മത്തെ തലത്തിലേക്ക് വളർത്തണമെന്ന് പറഞ്ഞതില്ല ഒറ്റ കാര്യം തന്നെയാണ്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പശ്ചാത്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും വഴി. ഞാൻ നിങ്ങളും 1-ാം സ്ഥാനം ആർക്കാ കൊടുക്കുക? അങ്ങനെ ഹൃദയത്തെ ദൈവത്തിന് അഭിമുഖമായി തിരിക്കുന്നിടത്ത് കൃപ ഇങ്ങോട്ട് ഒഴുകി വരും. അപ്പൊ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പണ്ടൊരു അമ്മച്ചി, 10 വയസ്സിൽ കുറവുള്ള ഒരു അമ്മച്ചി വെള്ളം കോരാൻ പോയി. ഒരു ചേട്ടൻ നോക്കുമ്പോൾ രാവിലെ മുതൽ ചേട്ടത്തി വെള്ളം കോരി. ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോഴും വെള്ളം കോരുന്നു. 4 മണിക്ക് അതിലെ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും ചേട്ടത്തി വെള്ളം കോരുന്നു. സംശയം തോന്നി, ബൈക്ക് വിളിച്ചിട്ട് കയറി നോക്കിയപ്പം 10 വയസ്സുള്ള കുറവുള്ള അമ്മച്ചിയാന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി. കുടം കമത്തി വെച്ചിട്ട് ആ വെള്ളം കോരുന്നു. ഒരു തുള്ളി വെള്ളവും അതിനകത്ത് വീഴുന്നില്ല, ഒരു തുള്ളി വെള്ളവും വീഴുന്നില്ല. പക്ഷെ അമ്മച്ചി വെള്ളം കോരോട് കോര. നാട്ടുകാർ നോക്കുമ്പോൾ അമ്മച്ചി ഭയങ്കര വെള്ളം കോര. പലപ്പോഴും വിശ്വാസ ജീവിതം ഇങ്ങനെയൊക്കെയാകാം. കുടം കമത്തി വെച്ചിട്ട് വെള്ളം കോരുന്ന വിശ്വാസികൾ 24 മണിക്കൂറും പള്ളിയിൽ, 24 മണിക്കൂറും പള്ളിയിൽ എല്ലാ കാര്യങ്ങളും കൂടി നടക്കുന്നു. പക്ഷേ ദൈവത്തിന് ഒരു ചോദ്യമേ ഉള്ളൂ, കുടം കമന്നാണോ നിവർന്നാണോ? കുടം കമത്തി വെച്ചും വെള്ളം കോരാൻ പറ്റും. അത് അൽമായർക്കും പറ്റും, സിസ്റ്ററിനും പറ്റും, അച്ഛനും പറ്റും, തിരുമേനിക്കും പറ്റും. കുടം കമത്തി വെച്ച് വെള്ളം കോരാൻ പറ്റും. 24 മണിക്കൂർ ഓട്ടമാണ്. പള്ളിയെന്നും പറഞ്ഞ് ഇയാൾ ഓടി നടക്കുക. അച്ഛൻ 24 മണിക്കൂറും
പള്ളിയെന്ന് പറഞ്ഞ് ഓടി നടക്കുക. തിരുമേനി അതിനേക്കാൾ ഓട്ടമാണ്. കാറല്ല, ചപ്പറും ചിപ്പറും ഓട്ടം. 24 മണിക്കൂറും പള്ളി, സഭ, രൂപത. ദൈവസന്നിധിയിൽ ഒരു ചോദ്യമേ ഉള്ളൂ, കുടം കമന്നാണോ നിവർന്നാണോ? കുടം കമത്തി വെച്ചും വെള്ളം ഒഴിക്കാം. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാലും കുടത്തിനൊരു കുളിരൊക്കെ തോന്നും കേട്ടോ. നനഞ്ഞ വെള്ളം കുടത്തിന്റെ പുറത്തോട്ട് വീഴും, ഒരു കുളിര് തോന്നും. നല്ല പള്ളിയില് നല്ല കുർബാന, നല്ല കൊയറും ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കുളിര് തോന്നും. പല പള്ളിയിലും അച്ഛനും ഇടവക്കാരും കുളിര് കൊണ്ടുപോകുന്നേ ഉള്ളൂ. കുടം കമന്ന് തന്നെയാണ്, കുടം കമന്ന് തന്നെയാണ്. അത് തിരിയാനുള്ള മനസ്സ്, അതാ പ്രധാനപ്പെട്ട. പറയപ്പെട്ടവരെ, ഈ കുടം ദൈവത്തിന് ഹൃദയമാകുന്ന കുടം ദൈവത്തിന് അഭിമുഖമായി തിരിക്കണം. ആ തിരിക്കുന്നിടത്തോട് അഭിഷേകം നടയും. അവിടെയാണ് മലങ്കര സഭയുടെ ആത്മീയത. 5 കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. മലങ്കര സഭയുടെ ആത്മീയയുടെ 5 തലങ്ങളുണ്ട്. 1, യാമപ്രാർത്ഥന. അത് മണവാളൻ-മണവാട്ടി ബന്ധമാണ്. മണവാട്ടി മണവാളിനോട് സംസാരിക്കുന്ന ആ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ വാ കൊണ്ട് ഒച്ച വെക്കുന്നതാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോയി. വ്യായാമം എന്നൊരു പദം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വ്യായാമം അല്ല, വ്യായാമം. വാ കൊണ്ടുള്ള അഭ്യാസം. എന്താ പ്രാർത്ഥന? ഹൃദയത്തിൽ, മണവാട്ടിയുടെ ഹൃദയത്തിൽ ഉരുവാകുന്ന നെടുവീർപ്പുകളാണ്. യേശുവാകുന്ന മണവാളന്റെ സന്നിധിയിലേക്ക് മണവാട്ടി ഹൃദയത്തിൽ ഉരുവാകുന്ന നെടുവീർപ്പുകളാണ്. അനുതാപത്തിന്റെ നെടുവീർപ്പുകൾ, അനുതാപത്തിന്റെ പ്രാർത്ഥനയാണ്. നന്ദിയുടെ നെടുവീർപ്പുകൾ, നന്ദിയുടെ പ്രാർത്ഥനയാണ്. അപേക്ഷയുടെ നെടുവീർപ്പുകൾ, അപേക്ഷയുടെ പ്രാർത്ഥനയാകും. സ്തുതിപ്പിന്റെയും ആരാധന നെടുവീർപ്പുകൾ ദൈവത്തിലേക്ക് ഉയരുക, അതാ പ്രാർത്ഥന. മണവാട്ടിക്കും മണവാളിനോട് സ്നേഹമില്ലെങ്കിൽ മണവാട്ടിക്കും മണവാളിന്റെ അടുത്തിരിക്കുന്നത് ഭാരമാണ്, സംസാരിക്കുന്ന ഭാരമാണ്. ഒരാഴ്ച പറഞ്ഞു വെച്ചാൽ പ്രാർത്ഥിക്കും അങ്ങ് ഉറങ്ങുക വെച്ചാൽ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ ഉറക്കം വരിക. അതിന്റെ അർത്ഥം തന്നെ മണവാട്ടിക്കും മണവാളിന്റെ അടുത്തിരിക്കുമ്പോൾ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ ഷീ ഡസന്റ് ഫീൽ ദ നിയർനെസ് ഓഫ് ഹർ ഹസ്ബൻഡ്. അത്രയേ ഉള്ളൂ സ്നേഹത്തിന്റെ വൈകാരികത. യേശുവാകുന്ന മണവാളനോട് വിശ്വാസിയാകുന്ന മണവാട്ടിക്ക് സ്നേഹമില്ലെങ്കിൽ പ്രാർത്ഥന കർമ്മങ്ങളാവും, ചടങ്ങാവും, ഭാരമാവും. ഇതെപ്പോൾ അവസാനിക്കുമെന്ന് തോന്നി. യാമപ്രാർത്ഥന അതാണ്. മണവാട്ടി മണവാളന്റെ അടുക്കൽ സ്നേഹത്തോട് സംസാരിക്കുക. ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ അതിനർത്ഥമുള്ളൂ. യേശുവുമായി ഒരു വൈകാരിക ബന്ധം, ഒരു സ്നേഹബന്ധം രൂപപ്പെടാതെ പ്രാർത്ഥന അനുഗ്രഹമാക്കുക പ്രിയ സഹോദരൻ. അല്ലെ പ്രാർത്ഥന ഭാരം. എനിക്ക് പണ്ട് ഈ ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയാൻ ഭയങ്കര നാണമാണ്. എനിക്ക് ഭയങ്കര നാണോ, ഞാൻ പറയത്തൊന്നുമില്ല. സുവിശേഷ സംഘത്തിൽ ഒരു പെണ്ണ് പറഞ്ഞു വെച്ചാൽ എനിക്ക് യേശുവിനോട് പ്രണയമാച്ചാന്നു. ഞാൻ അങ്ങ് അമ്പരന്ന് പോയി. എനിക്ക് യേശുവിനോട് പ്രണയമാച്ചാന്നു. ഞാൻ ശ്രദ്ധിച്ചു, അവളെ ക്ലാസ്സിൽ കണ്ണു പറിക്കാതിരുന്ന ക്ലാസ്. പ്രാർത്ഥനയുടെ സമയത്ത് അവർ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികത എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിനുശേഷം അപ്പൊ എൻ്റെ മനസ്സിൽ ഈ യേശുവിനോട് വൈകാരിക ബന്ധം, ഒരു സ്നേഹബന്ധം യേശുവുമായി രൂപപ്പെടാതെ നമ്മുടെ ആധ്യാത്മികതയും പ്രാർത്ഥനയൊന്നും ശക്തമാകത്തില്ല. ഞാൻ വടവാതൂർ സെമിനാരിയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പം സെമിനാരിക്കാർ ക്ലാസ്സിൽ 300 സെമിനാരിക്കാർ അവരോട് പൗരസ്ത്യ ആത്മീയതയെക്കുറിച്ച്, യാമപ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബ്രദർ ചോദിച്ചു, തിരുമേനി യാമപ്രാർത്ഥന അനുഗ്രഹം വാങ്ങിച്ചല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ചെയ്യും, അത് വളരെ ഒരുക്കത്തോടെ നല്ലോണം അർത്ഥമൊക്കെ മനസ്സിലാക്കി ചൊല്ലാൻ പറഞ്ഞു. അവൻ ബ്രദർ പറഞ്ഞു, ഞാൻ നല്ലോണം അർത്ഥമൊക്കെ മനസ്സിലാക്കിയാ ചൊല്ലുന്നത്, എനിക്കൊന്നും ഒരു അനുഭവമില്ല, ഇത് മഹാബോറിങ്ങാന്ന് പറഞ്ഞു. മഹാബോറിങ്ങാ, റെക്ടച്ചനും എല്ലാം ഇരിക്കുന്ന വേദിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അല്പം കൂടെ ശ്രദ്ധിച്ച് ഒരുക്കത്തോട് ചൊല്ലിയാന്ന്. ആ ബ്രദർ പറഞ്ഞു, എത്ര ഒരുക്കത്തോട് ചൊല്ലിയിട്ടും ഒരു ഗുണവുമില്ല, ഇത് മഹാബോറിങ് ഇടപാട്, അതിനുവേണ്ടി എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ചിന്ത വന്നു, അതേ യേശുവിനെ സ്നേഹിച്ചു എല്ലാം, യേശുവിനെ സ്നേഹിച്ചു ചൊല്ലിയാൽ. അവൻ ബ്രദർ ചോദിച്ചു, എങ്ങനെയാ സ്നേഹിച്ചു ചൊല്ലുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നാട്ടിലൊക്കെ എങ്ങനെയാ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്? ആദ്യം കാണും, പിന്നെ കേൾക്കും, പിന്നെ കാണുന്നതും കേൾക്കുന്നതും ഫ്രീക്വന്റ് ആകും. അങ്ങനെ സ്നേഹം രൂപപ്പെടുന്നത്. ആദ്യം ഒന്നീ കാണും, അല്ലെ കേൾക്കും, പിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യും, പിന്നെ ഫ്രീക്വൻസി വർദ്ധിച്ചു വരും. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ബ്രദർ യാമപ്രാർത്ഥന അല്ലാത്ത സമയത്ത് പള്ളിയിൽ പോയിരുന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പം കർത്താവ് സംസാരിക്കും, ബ്രദർ സംസാരിക്കും. അവിടെ സ്നേഹമെന്ന് രൂപപ്പെടും.
അങ്ങനെ ആ സ്നേഹബന്ധത്തിൽ ആ ബന്ധം ശക്തിപ്പെടുന്നിടത്ത് യാമപ്രാർത്ഥന അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, മലങ്കര ആത്മീയതയുടെ കാതലാണ് യാമപ്രാർത്ഥന. രാവിലെയും വൈകിട്ടുമെങ്കിലും യാമപ്രാർത്ഥന ചൊല്ലുക, മണവാളനോട് സംസാരിക്കുക. രണ്ടാമത് കൂദാശ, വിശുദ്ധ കുർബാന, കമ്മ്യൂണിയൻ എന്നാ പറയുന്നില്ലേ? കമ്മ്യൂണിയൻ കർത്താവിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്ന നിമിഷമാണ്. കമ്മ്യൂണിയൻ, സംസർഗം, യേശുവിന്റെ ചെവിയിലൂടെയും നാവിലൂടെയും എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്ന അവസ്ഥ കമ്മ്യൂണിയൻ എന്നാ പറയുന്നത്. യേശു എന്ന വ്യക്തി എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണ്ടോ? ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. എൻ്റെ ഉള്ളിലേക്ക് യേശു വന്ന് നിറയുകയാണ്. അതാ കുടം തിരിച്ചു വെച്ച് അഭിഷേകം ലഭിക്കാനായിട്ട് അപ്പൊ ഓരോ കുർബാനയിലും യേശു ചെവിയിലൂടെയും നാവിലൂടെയും വന്ന് ഉള്ളിൽ നിറയും. കമ്മ്യൂണിയൻ. എന്താണ് കുമ്പസാരം? മണവാളിന്റെ അടുത്ത് സോറി പറയും. ഐ എം സോറി ജീസസ്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മൂന്നാല് മാസം ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു നൊമ്പരം ഉണ്ടായാൽ പോലും അവർക്ക് വലിയ സെൻസിറ്റിവിറ്റി. എത്രയും പെട്ടെന്ന് ക്ഷമ പറയണം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു രാത്രിയൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ട്. എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ താല്പര്യം. കാരണം അത്ര സ്നേഹത്തിന്റെ സെൻസിറ്റീവ് നിറഞ്ഞിരിക്കും. 3-4 മാസം കഴിഞ്ഞ് പതുക്കെ ഇതൊക്കെ അങ്ങ് കുറയും. പിന്നെ ദിവസമായാലും മാസമായാലും വർഷമായാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷത്തിലും പിണക്കിലും ഒക്കെ കഴിയുമെന്ന് നമുക്കറിയാം. അപ്പം അതാണ് മണവാട്ടിക്ക് മണവാളുണ്ടെന്ന സ്നേഹത്തിന്റെ ആഴത്തിൽ ചെറിയൊരു നൊമ്പരം പോലും പറഞ്ഞ് റെക്ടിഫൈ ചെയ്യാനുള്ള മനസ്സിന്റെ ബോധ്യം. അതാ കുമ്പസാരം. ഐ എം സോറി ജീസസ്. അത് യാമപ്രാർത്ഥന, കൂദാശ. മൂന്നാമത് നോമ്പ് വർജ്ജന ഉപവാസം. നോമ്പിന്റെ 2 കാര്യങ്ങളാണ്. ഉപവാസം, വർജ്ജന. എന്താ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ? കൂടെ വസിക്കുക. അതിന് തടസ്സമായ എല്ലാറ്റിനെയും വർജിക്കുക. യേശുവിനോട് ഒത്തുവസിക്കാൻ തടസ്സമായ എല്ലാറ്റിനെയും വർജിക്കുന്ന ഉപവാസം. ഉപവസിക്കുക, കൂടെ വസിക്കുക. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞാല്, ഭർത്താവ് ഗൾഫിലായിരുന്നു, അല്ലെ വിചാരിക്കുക, ഓസ്ട്രേലിയ ആയിരുന്നു വിചാരിക്കുക, ഭാര്യയുടെ നാട്ടിൽ. എന്നിട്ട് പെട്ടെന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് കത്ത് എഴുതി, ഞാൻ 50 ദിവസത്തേക്ക് നാട്ടിലോട്ട് വരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നോട് ഒത്തുവസിക്കാൻ എൻ്റെ ഹസ്ബൻഡ് വരുന്നു. 50 ദിവസമൊക്കെ ആനന്ദത്തിന്റെ ദിവസങ്ങളാണ്, കാത്തിരിക്കുക. പക്ഷെ അവൾ ഒത്തിരി കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്ത് അതെല്ലാം അവൾ ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക. അതാ വർജന. യേശുവാകുന്ന മണവാളിനോട് ഒത്തുവസിക്കാൻ മണവാട്ടിക്ക് കിട്ടുന്ന 50 ദിവസങ്ങളാണ് 50 നോമ്പ്. ഓരോ നോമ്പും മണവാട്ടി ആഗ്രഹത്തോട് കാത്തിരിക്കുക യേശുവിനോട് ഒത്തുവസിക്കാൻ. പക്ഷെ നമ്മൾ 50 നോമ്പ് വരുമ്പോഴത്തേക്ക് ഭാരം, എൻ്റെ ദൈവമേ 50 നോമ്പ് വരുന്നു, ഇനി ഇറച്ചി കൂട്ടാൻ പറ്റത്തില്ല, മീനും മുട്ടയും കൂട്ടാൻ പറ്റത്തില്ല, എങ്ങനെ 50 ദിവസം ഒന്ന് കഴിച്ചു കൂട്ടും? കണ്ടോ എൻ്റെ മാനം മാറുന്ന കാഴ്ച. അല്ലെങ്കിൽ മണവാട്ടി നോക്കിയിരിക്കുക 50 ദിവസത്തിന് വേണ്ടി മണവോട് ഒത്തുവസിക്കാൻ. എല്ലാ സ്നേഹബദ്ധത്തിന്റെ ഭാഷയിലെ ആത്മീയതയുള്ള സഹോദരങ്ങൾ. മണവാളാണ് യേശുവിനുള്ള സ്നേഹത്തിൽ അതിൻ്റെ എല്ലാം ആഴം നിൽക്കുക. അവൾ കാത്തിരിക്കും. അവനോട് ഒത്തുവസിക്കാൻ തടസ്സമായ എല്ലാറ്റിനെയും വർജിക്കും. നോമ്പ് വർജ്ജന ഉപവാസം. 4-മതായിട്ട് വിശുദ്ധ ലിഖിത വായന. എന്താണ് ലിഖിത വായന? മണവാട്ടിയോട് മണവാളൻ സംസാരിക്കും. മണവാട്ടിയോട് മണവാളൻ സംസാരിക്കുന്നതാണ് ലിഖിത വായന. ലിഖിതത്തിലൂടെ യേശു നമ്മോട് സംസാരിക്കും. എൻ്റെ അകത്തെ ഓരോ വചനവും എനിക്ക് വേണ്ടി എഴുതിയതാണ്. മണവാട്ടിക്ക് വേണ്ടി മണവാളൻ എഴുതിയ സ്നേഹ കത്താണത്. ലിഖിതത്തിലെ ഓരോ അക്ഷരവും മണവാളനെ യേശു എനിക്ക് വേണ്ടി എഴുതിയതാണെന്ന് വായിക്കുമ്പോൾ അതിനൊരു ഫീലുണ്ട്. എനിക്ക് വേണ്ടി എഴുതിയതാണ്. കുർബാനമധ്യേ ഗോതമ്പപ്പം കർത്താവ് എന്ന് നമുക്കറിയാം. കുർബാനമധ്യേ ലിഖിതവും കർത്താവാകും. കുർബാനമധ്യേ അച്ചടിച്ച ഈ ലിഖിതം കർത്താവാകും. എപ്പോഴാണ് കർത്താവാകുന്നത്? അത് വായിക്കുമ്പോഴാണ്, കേൾക്കുമ്പോൾ. ആ ശബ്ദത്തിലാണ് യേശു സാന്നിധ്യം. അതാണ് ഇസ്രായേലിലെ കേൾക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുരോഹിതൻ ലിഖിതം ഉറക്കെ വായിക്കുമ്പോൾ ആ ശബ്ദത്തിൽ അവിടെ യേശു സന്നിഹിതനാകും. ഞാൻ പള്ളിയിൽ നിന്ന് ഉറക്കെ സംസാരിക്കുമ്പോൾ പള്ളിയുടെ താഴെ റോഡിന് അരികിൽ ഒരാൾ നിൽക്കുക. എന്നെ പരിചയമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ശബ്ദം കേട്ടിട്ട് പറയും, ആ പ്രസംഗിക്കുന്ന സിൽവാനോസ് പിതാവാന്ന് പറയും. എന്നെ ചോദിനെ പരിചയമുണ്ട്, എൻ്റെ ശബ്ദം പരിചയമുണ്ട്. അപ്പോൾ എന്നെ കാണുന്നില്ലെങ്കിൽ പോലും എൻ്റെ ശബ്ദം കേട്ടിട്ട് പറയും അത് സിൽവാനോസ് പിതാവാണ്. ഒരു കാര്യം അദ്ദേഹം തീർച്ചയാണ്, എൻ്റെ ശബ്ദമുള്ളിടത്ത് ഞാൻ എന്ന വ്യക്തി സന്നിഹിതനാണ്. നിങ്ങളുടെ ശബ്ദം എവിടെയുണ്ടോ അവിടെ നിങ്ങൾ സന്നിഹിതയാണ്. അതാണ് ദൈവവിശ്വാസം. അതായത് യേശുവിന്റെ ശബ്ദം എവിടെ കേൾക്കുമോ അവിടെ യേശു സന്നിഹിതനാകും. യേശുവിന്റെ ശബ്ദമുള്ളിടത്ത് യേശു സന്നിഹിതനാകും.
ലിഖിതം വായിക്കുന്നിടത്ത് യേശുവിന്റെ ശബ്ദമുണ്ട്, അവിടെ യേശു സന്നിഹിതനാകും. പള്ളി മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ലിഖിതം ഉറക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ യേശു സന്നിഹിതനാകും. അത് കൂദാശയാകും. ആ ശബ്ദം നിങ്ങളുടെ വീടിലും വീടിന് പുറത്തും നിറയും. അതുകൊണ്ടാണ് കാരണവന്മാർ പറയും ഉറക്ക ബൈബിൾ വായിക്കാൻ. ആ ശബ്ദത്തിൽ യേശു സന്നിഹിതനാകും. നിങ്ങളുടെ ഭവനത്തിന് കോട്ട ചുറ്റും, തിന്മ നിങ്ങളുടെ ഉള്ളിലോട്ട് കയറാത്ത വിധം ഭവനത്തെ സംരക്ഷിക്കും. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും തിരികെത്തിച്ച് ബൈബിൾ വായിക്കണമെന്ന് പറയും. തിരികെത്തിക്കുന്ന എന്തിനാ? നമ്മൾ ടി വി കാണുന്ന പോലെയും നോവല് വായിക്കുന്ന പോലെയുമല്ല. കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോൾ തിരികെത്തിക്കും, ലിഖിതം പടിഞ്ഞാട്ടെടുക്കുമ്പോഴും തിരികെത്തിക്കും. മർബഹാസ മണി ഒരേ കർത്താവാണ്. കുർബാന വീട്ടിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല, പകരം വീട്ടിൽ വെക്കാൻ തന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണത്. അത് 100 വർഷം അടഞ്ഞിരുന്നാലും തുറന്നിരുന്നാലും ജീവനില്ല. എപ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്? വായിക്കുമ്പോൾ. ആ ശബ്ദത്തിൽ നിങ്ങൾ ഉറക്കെ വായിക്കുമ്പോൾ ആ ശബ്ദം വീട്ടിൽ നിറയും, വീടിന് ചുറ്റും നിറയും. അങ്ങനെ യേശു സാന്നിധ്യമുള്ളൊരു വീട്ടിൽ അപ്പന്റെ ഭാഷ അമ്മയ്ക്ക് മനസ്സിലാകും, അമ്മയുടെ ഭാഷ അപ്പന് മനസ്സിലാകും, മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക്, തിരിച്ചു മാതാപിതാക്കൾക്ക്. പ്രിയ സഹോദരങ്ങളെ, ലിഖിതം വായിക്കുന്ന ഒരു വീട്ടിൽ ഞാൻ കഴിഞ്ഞ 12 വർഷത്തെ അനുഭവത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ സാക്ഷ്യത്തിന് മുമ്പേ നിങ്ങളോട് ഞാൻ പറയേ, രാവിലെയും വൈകിട്ടും തിരികെത്തിച്ച് ബൈബിൾ വായിക്കുന്ന ഭവനം. അപ്പൻ അവിടെ സംസാരിക്കുമ്പോൾ അപ്പനോടുകൂടി പരിശുദ്ധാത്മാവ് സംസാരിക്കും, അമ്മയ്ക്കെല്ലാം മനസ്സിലാവും. അമ്മ അപ്പനോട് സംസാരിക്കുമ്പോൾ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവ് സംസാരിക്കും, അപ്പനെല്ലാം പിടികിട്ടും. അപ്പനും അമ്മയും മക്കളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ സംസാരിക്കും, മക്കൾക്കെല്ലാം മനസ്സിലാവും, തിരിച്ചു മാതാപിതാക്കൾ. അതാ പെന്തിക്കോസ്തി, ഭാഷ ഒന്നിപ്പിക്കും, ഹൃദയങ്ങൾ ഒന്നിപ്പിക്കും. അല്ലാത്ത വീട്ടിൽ അപ്പൻ സംസാരിക്കുമ്പോൾ പിശാച് സംസാരിക്കും, അമ്മയ്ക്കൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഭാര്യയോടൊപ്പം പിശാച് സംസാരിക്കും, ഭർത്താവിനൊന്നും മനസ്സിലാകത്തില്ല ഏത് ഭാഷ പറഞ്ഞാലും. മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുമ്പോൾ പിശാച് കൂടെ സംസാരിക്കും. പിള്ളേർ പറയും പപ്പായും മമ്മിയും പറഞ്ഞവർക്ക് മനസ്സിലാകുന്നില്ലെന്ന്. തിരിച്ചും അതാ ബാബേൽ, ഭാഷ ചിതറിക്കും, ഹൃദയങ്ങൾ ചിതറിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോയിട്ടും തിരികെത്തിച്ച് ബൈബിൾ വായിക്കുക, ഭവനത്തിൽ സൃഷ്ടിക്കും. കുർബാന വെക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രാവിലെ പോയിട്ടും തിരികെത്തിച്ച് ബൈബിൾ വായിക്കുന്ന ഒരു ഭവനം, ദൈവസാന്നിധ്യം അതിൽ കോട്ട ചുറ്റപ്പെടും. ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ സാക്ഷ്യത്തിന് മുമ്പിലാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. സാക്ഷ്യം പറയാൻ സമയമില്ലാതെ നിർത്തുകയാണ്. അവസാനത്തെ ഒറ്റ വാക്കൂടെ പറഞ്ഞു. സാക്ഷ്യം 5-ാമത്തെ സ്വയം വിശുദ്ധിയാണോ സാക്ഷ്യ ജീവിതം. ഈ 4 തലവും കൃപ ഇങ്ങോട്ട് ഒഴുകി വരിക. ഞാൻ ആദ്യം പറഞ്ഞ പശ്ചാത്തലം, ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡിലേക്ക് വളർന്ന് പശ്ചാത്തലിച്ച് ഹൃദയത്തെ ദൈവത്തിന് അഭിമുഖമായി കുടം തിരിച്ചു വെച്ചേക്കുക. ഇനി ഇതിലോട്ട് കൃപ വന്ന് നിറയുക. യാമപ്രാർത്ഥനയിലൂടെ, കൂദാശയിലൂടെ, നോമ്പിലൂടെ, വിശുദ്ധലിഖിത വായനയിലൂടെ നമ്മൾ പവർ ഹൗസിനോട് ചേർന്നിരിക്കുക. കൃപ ഇങ്ങോട്ട് ഒഴുകുക. മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിവെക്കുന്ന പോലെ തായ്തലിനോട് ചേർന്നിരിക്കുമ്പോൾ കൃപ ഇങ്ങോട്ട് ഒഴുകും. ഈ 4 തലത്തിലും കൃപ ഇങ്ങോട്ട് ഒഴുകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറയും. യേശു ഉള്ളിൽ വന്നാൽ പിന്നെ 5-ാമത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യം, 5-ാമത്തേത് സ്വയം വിശുദ്ധീകരണവും സാക്ഷ്യ ജീവിതവും. യേശു ഉള്ളിൽ വന്നാൽ പിന്നെ അവിടെ യേശു സാന്നിധ്യമുണ്ട്, അവിടെ വിശുദ്ധീകരിക്കപ്പെടും. കുടുംബത്തിലെ ഭാര്യയുടെ വിശുദ്ധി ഭർത്താവിന് വിശുദ്ധി കാരണമാകും, ഭർത്താവിന് വിശുദ്ധി ഭാര്യയുടെ വിശുദ്ധിക്ക്, മാതാപിതാക്കളുടെ വിശുദ്ധി മക്കളുടെ വിശുദ്ധി. തിരിച്ചും നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ പെയിൻ എടുക്കുന്നിടത്ത് അത് കുടുംബത്തിന് കണക്കിടും. അതുകൊണ്ടാണ് ജോഷുവ 5:3 പറയുന്നുണ്ട്, ഇസ്രായേൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ദൈവം നാളെ നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാത്തതിന് കാരണം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാത്തതാണ്. സാക്ഷ്യ ജീവിതം യേശു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വെളിച്ചം എല്ലാവരിലേക്കും പകരും. എല്ലാവർക്കും വെളിച്ചം കാണാൻ പറ്റും യേശു ഉള്ളിൽ വന്നാൽ. അവസാനം ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കറണ്ട് പോയി കഴിയുമ്പോൾ പണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് പെട്രോമാക്സ് എന്ന സാധനം കത്തിക്കുന്നത്. അവിടെ ഒന്നും പിള്ളേർക്കൊന്നും പെട്രോമാക്സ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരുന്നു. പെട്രോമാക്സ് പ്രായമുള്ളവർക്ക് മനസ്സിലാവും. കറണ്ട് ഇല്ലാത്തപ്പം കത്തിക്കുന്ന സാധനം. അപ്പൊ ഒരു വലിയ കല്യാണം നടക്കുക, കറണ്ട് ഒന്നുമില്ല. അപ്പം ഒരു ചേട്ടൻ പെട്രോമാക്സ് കത്തിച്ചിട്ട് പയ്യനോട് പറഞ്ഞു, മോനെ ഇരുട്ടത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. ചേർക്കനെ കത്തിച്ച് പെട്രോമാക്സുമായിട്ട് ഒരു 10 മിനിറ്റ് ആയാലും എല്ലാം വട്ടം കറങ്ങിട്ട് പറഞ്ഞു, ചേട്ടാ ഇരുട്ട് നോക്കിയിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു. അവന്റെ കയ്യിൽ വെളിച്ചമുണ്ടായതുകൊണ്ട് അവൻ പോയിടത്തൊന്നും ഇരുട്ട് കണ്ടില്ല. യേശുവിൽ വന്ന് വസിച്ചു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പോകുന്നിടത്തൊക്കെ ആ വെളിച്ചം അനേകർക്ക് കാണാൻ പറ്റും. നമ്മൾ അറിയത്തില്ല. നമ്മൾ ആയിരിക്കുന്നിടത്ത്, ആയിരിക്കുന്ന വീട്ടില്, ജോലി സ്ഥലത്ത്, പള്ളിയില് അനേകർക്ക് വെളിച്ചം കിട്ടും. ഇതാണ് സാക്ഷി ജീവിതം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നീണ്ടുപോയെന്ന് എനിക്കറിയാം. അത് ചെറിയ പണിഷ്മെന്റ് ആയിട്ട് കരുതുക. ഇത്രയും നാളെ നിങ്ങൾ എന്നെ കേട്ടില്ലല്ലോ, അതുകൊണ്ട് കിട്ടിയ നേരം ഞാനങ്ങ് മുതലാക്കി എന്നുള്ളതേ ഉള്ളൂ.
നിങ്ങൾ ഇച്ചിരി എന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ദൈവവചനമാണല്ലോ പറഞ്ഞത് എന്നുള്ള സമാധാനത്തിൽ ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകണം, അതുകൊണ്ട് ഇച്ചിരി നീണ്ടുപോയി ക്ഷമിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തകൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയെങ്കിൽ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കട്ടെ. താങ്ക് യു സോ മച്ച്.